ഒരു മനുഷ്യൻ തമ്മാടിയായി ജീവിച്ചു. കള്ളിന്റെയും പെണ്ണിന്റെയും മണ്ണിന്റെയും പൊന്നിന്റെയും ജീവിതമുദ്രയിൽ ഈമാനികമായ പ്രകാശത്തെ പൈശാചിക അറവുശാലയിൽ ഏൽപ്പിച്ചുകൊണ്ട് ജീവിതത്തെ മലീമസമാക്കിയവനെ, മരണത്തിന്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പിൽ അവന്റെ ഹൃദയമൊന്ന് പരിവർത്തനത്തിന് വിധേയമായി അവനൊന്ന് അല്ലാ എന്ന് വിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പാപങ്ങളുടെ ഹിമാലയ കുമ്പാരക്കെട്ടുകളെ തകർത്തുകൊണ്ട് ഒരു സെക്കൻഡ് കൊണ്ട് അല്ലാന്റെ തൃപ്തിയിലേക്ക് അങ്ങ് കുതിച്ചാൽ അവന്റെ ആഖിബത്ത് നന്നായില്ലേ? ആ സെക്കൻഡാണ് പ്രധാനം. ഈ എല്ലാ മണിക്കൂറുകളും, നമ്മുടെ എല്ലാ മണിക്കൂറുകളും എല്ലാ ദിവസവും ആ സെക്കൻഡ് പയച്ചാ ബാത്തിലാണ്. ഒറ്റ സെക്കൻഡ്. വൽ അസ്ർ, സക്കറാത്തിന്റെ സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യൻ തീരാ പരാജയത്തിലാണ്. ആ സെക്കൻഡാണ് പ്രധാനം. അതുകൊണ്ട് ആ സെക്കൻഡ് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ഒന്നാമയും പറയാ, ആ സെക്കൻഡ് അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. ശ്വാസം അങ്ങോട്ട് വലിക്കുന്നുണ്ട്, ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങണുണ്ട്. അങ്ങോട്ട് വലിച്ചത് താഴോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മയ്യത്ത്, താഴോട്ട് വലിച്ചത് മേലോട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മയ്യത്ത്. പിന്നെ എത്ര കോടികൾ കൊടുത്താലും ഈ പേര് മാറി കിട്ടൂല. അതാണ് ആ സമയം. അതാണ് എല്ലാരും പേടി. ലോകത്തെ എല്ലാ സൂഫിയാക്കളും പേടിച്ചത് അതിനാണ്. പേടിയുള്ള മുഴുവൻ ആളുകളുടെയും ഹാർട്ട് അടിച്ചത് അതിനാണ്. رب قد آتيتني من الملك وعلمتني من تأويل الحديث أنت ولي في الدنيا والآخرة توفني مسلما والحقني بالصالحين. സൗന്ദര്യം കൊണ്ട് അമ്പിയാക്കളിൽ ചരിത്രത്തിൽ അറിയപ്പെട്ട മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം സർവശക്തനായ അല്ലാഹുവിന്റെ മുമ്പിൽ ഭൗതികമായി തനിക്ക് നൽകിയ നിഅമത്തുകളുടെ ആയുധങ്ങളെ താഴെ വെച്ചുകൊണ്ട് കീഴടങ്ങുകയാണ്. അല്ലാഹുവേ, നീ എനിക്ക് രാജാധികാരം നൽകിയിട്ടുണ്ട് തമ്പുരാനെ. സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള വൈജ്ഞാനിക ശേമുഷിയും നിന്റെ വരദാനമായി ഈ പാവപ്പെട്ട യൂസുഫിന് കിട്ടിയിരിക്കുകയാണ് അല്ലാ. പക്ഷേ എനിക്കിത് പോരാ തമ്പുരാനെ. എന്റെ തേട്ടവും എന്റെ കരുത്തും എന്റെ നീയത്തും എന്റെ ശ്രമവും എന്റെ വിചാരവും എന്റെ ആഗ്രഹവും എന്റെ ഉള്ളിന്റെ പേടിയും എനിക്ക് താണുകയാണ് യജമാനനാ. നിന്നോട് ചോദിക്കാനുള്ളത് തവഫനി മുസ്ലിമാ, തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. റൂഹ് പിരിയുന്ന സമയത്ത് എനിക്കതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നീ കൊളത്തി തരണേ റബ്ബേ. ആര്? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. ഇബ്നു നബിയില്ലാഹ് വബ്നു നബിയില്ലാഹ് വബ്നു നബിയില്ലാഹ്. പാരമ്പര്യം തന്നെ അമ്പിയാക്കൾ, പാരമ്പര്യം തന്നെ അമ്പിയാക്കൾ. അവരുടെ പ്രാർത്ഥനയാണ്. എന്റെ വല്യപ്പാരൊക്കെ വലിയ ആളുകളാണ്, ഞാനും വലിയ ആളാണെന്ന് സമാധാനത്തിൽ നിൽക്കല്ലേ ചെയ്തത്. എന്ന പാരമ്പര്യം കണ്ടുകൊണ്ട് സമാധാനിക്കണമെങ്കിൽ യൂസുഫ് നബി ഇസ്ലാം സമാധാനിക്കണം. നമുക്കിപ്പോൾ കുറെ പാരമ്പര്യത്തിന്റെ വലിപ്പം പറയാനേ അറിയുള്ളൂ. വല്യപ്പ വലിയ മഹാനായിരുന്നു, വല്യപ്പാന്റെ എളാപ്പാന്റെ നിസ്കാരത്താകുമ്പോൾ നെറ്റി മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ കാണുന്ന പള്ളിയൊക്കെ മൂത്താപ്പാന്റെ മോണ്ടാക്കിയതാണ്. വല്യപ്പാക്ക് ആനണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്കൊരു പൂച്ചക്കുട്ടിയെങ്കിലും വേണം. അവരൊക്കെ അങ്ങോട്ട് രക്ഷപ്പെട്ടു പോകും. പക്ഷെ നമ്മളെന്തായി പോകും? ഇവിടെ പാരമ്പര്യം കൊണ്ട് സമാധാനിക്കുകയാണെങ്കിൽ സമാധാനിക്കേണ്ടത് യൂസുഫ് നബിയാണ്. വാപ്പ നബി, വാപ്പാന്റെ വാപ്പ നബി, വാപ്പാന്റെ വാപ്പ, അങ്ങനെ അമ്പിയാക്കളുടെ പരമ്പരയാണ്. എന്നിട്ട് താനും നബി. എന്നിട്ട് ദ്വാരം എന്താ അറിയോ? തവഫനി മുസ്ലിമൻ, എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ. സ്വപ്ന വ്യാഖ്യാനം പോരാ പടച്ചവനെ, എനിക്ക് ഭരണം പോരാ, എനിക്ക് സ്വപ്നത്തിന്റെ വ്യാഖ്യാനം പോരാ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ അല്ലാ.
പോരാ, വഅൽഹിഖ്നി സ്വാലിഹിൻ എന്നല്ല, വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. സ്വാലിഹീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സംഗമമായ സ്വർഗീയ ഭൂമികയില് എന്നെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അള്ളാനെ പേടിച്ച നമുക്ക് എവിടുക്കാ പോവാള്? ശ്രദ്ധിക്കണേ, പാമ്പിനെ പേടിച്ചാൽ നമ്മൾ പാമ്പിനെ തൊട്ട് ഓടുക ചെയ്യാം അല്ലേ? നാളെ ഞാൻ ഒരാളെ കണ്ട് കതച്ച് ഓടിയിട്ട് കാൽമൊക്കെ ഒന്നായിട്ട് മണ്ണായിട്ട് ഓടിയാൻ എന്ത് വെച്ച് നായനെ കണ്ട് പേടിച്ച് ഓടിയാന്ന് പറഞ്ഞു അല്ലേ? അള്ളാനെ പേടിച്ചാൽ എവിടുക്കാ ഓടുക? പാമ്പിനെ കണ്ട് പേടിച്ച് നമുക്ക് ഓടാം, പാമ്പില്ലാത്തടത്തേക്ക് ഓടാം. നായനെ കണ്ട് പേടിച്ച് നമുക്ക് ഓടാം, നായ ഇല്ലാത്തടത്തേക്ക്. അള്ളാനെ പേടിച്ചാൽ അള്ള ഇല്ലാത്തടത്തേക്ക് ഓടുക, എവിടുക്ക ഓടുക? അള്ളാനെ പേടിച്ചാൽ എവിടുക്ക ഓടുക? ഒന്ന് ഒരു സെക്കൻഡ് ചിന്തിച്ച് നോക്കാണ്. ചിന്തയാണ് മനുഷ്യനെ മനുഷ്യനാക്കണേ ചിന്തയാണ്. ചിന്ത മനുഷ്യൻ എന്നുള്ളതിന് ഡെഫിനിഷൻ തന്നെ ഹേവാനും നാത്തിക്കുന്നാണ്. എൻ്റെ അർത്ഥം ചിന്തിക്കണ മൃഗം എന്നാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ ചിന്തക്ക് പ്രാധാന്യം കൊടുത്തത്. അള്ളാഹുവിന്റെ റസൂൽ അങ്ങനെയാണ്. തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഞാൻ ഓപ്പറേറ്ററോട് തുറക്കത്ത് പറഞ്ഞു, മോനെ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഉണ്ടായിട്ടില്ല, എൻ്റെ ഉസ്താമാരൊക്കെ ഉണ്ടായിക്കണേ പറഞ്ഞു. അപ്പോൾ കുട്ടിക്ക് ആ ഉസ്താമാരെ ഗുരുത്തുണ്ടാണ്, കാരണം ഈ എന്തോ ഒരു കളിയോടെ കളിച്ച് ആദ്യത്തെ അവസ്ഥയ്ക്ക് ഉണ്ടാക്കുക. ചിന്തിക്കണേ, ശ്രദ്ധിക്കണേ. തഫക്കുറു സാഅത്തിൻ ഖൈറു മിൻ ഇബാദത്തി 60 സന, ഒരു മണിക്കൂർ നേരത്തെ ചിന്ത. ഖൈറു മിൻ ഇബാദത്തി 60 സന. ചിന്തിക്കണേ. അമാർ ഉമ്മത്തി മാ ബൈന 60 വ 70. ആ 60 ഒരു കണക്കുണ്ട്. അമാർ ഉമ്മത്തി മാ ബൈന 60 വ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം 60-ന്റെ 70-ന്റെ ഇടയിലാണ് എന്നാണ്. അപ്പൊ നിങ്ങൾ സ്റ്റേജിൽ നോക്കും, ഇതിൽ 70-ന്റെ മേലുള്ളവരുണ്ടാവും ചിലപ്പോ അല്ലേ? 70-ന്റെ മേലുള്ളവരുണ്ടാവും, പേടിക്കണ്ട. ഹദീസ് ഇനിയുണ്ട്, മുഹമ്മദ് മുസ്തഫ. അത് ശരി തന്നെയാണ്. ആ 60-ന്റെ 70-ന്റെ മേലെ വളരെ വിരളം ആളുകളെ പോകൂ. ഈ സാഹസൊക്കെ നോക്കാണി നമ്മൾ മദീനയിലേക്ക് തിരിഞ്ഞിട്ട് പറയും സദഖ്ത യാ റസൂലല്ലാഹ് എന്ന് പറയും. 70-ന്റെ മേലുള്ള ആളുകൾ ഈ സാഹസിൽ കുറവല്ലേ? ഒന്ന് നിങ്ങളുണ്ടാവും, നിങ്ങൾക്ക് 70-ന്റെ മേലെ ആയ പേടിക്കണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോളി അല്ലേ? അങ്ങനെ ഒരു 10-12 ഉണ്ടാവും. ബാക്കിയൊക്കെ റസൂലുള്ളാഹിക്ക് കണ്ടോ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ കെട്ട് തന്നെ. അതിന്റെ മേലെ ഉയരാൻ ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കപ്പെടുന്നത് സമൂഹത്തിൽ വളരെ വിരളം പേര് മാത്രമേയുള്ളൂ എന്ന് തെറ്റാത്ത നാക്കിന്റെ മുത്തേ നബിയുനാ മുഹമ്മദ് മുസ്തഫ അന്നബി സല്ലു അലൈഹി സ്വലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ല അലൈഹി. അല്ലാഹ് 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 അല്ലാഹ്. ഹൃദയത്തിന്റെ പ്രവിശാലതയെ, മാനസങ്ങളുടെ സംസ്കാരമേ, വിശ്വാസത്തിന്റെ വിമോചകനെ, മണ്ണിലും വിണ്ണിലും സുൽത്താനെ, കരയിലും കടലിലും പ്രകാശമേ, പരലോകത്തിന്റെയും പ്രതാപമേ, ഹൃദയത്തിന്റെ ചൈതന്യമേ, ഈമാനിന്റെ അടിസ്ഥാനമേ, സ്വർഗീയമായ ഭവനത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരാ, നാളെ സ്വർഗീയമായ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചുകൊണ്ട് ഞാൻ ഉദ്ഘാടനം ചെയ്യുമ്പോൾ സാക്ഷാൽ ആദം അലൈഹിസ്സലാം വരെ എന്റെ അനുയായിയായി എന്റെ പതാകയ്ക്ക് കീഴായിരിക്കുമെന്ന് ഏതൊരു പവിത്രമായ നാക്കിലൂടെ ലോകം കേട്ടോ, ആ നാക്കിന്റെയും വാക്കിന്റെയും മേനിയുടെയും മഖാമിന്റെയും സാഹിബായ സയ്യിദുൽ കൗനൈനി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഉറക്ക ആണുങ്ങളൊന്നും ഉറക്ക സ്ഥലത്തില്ലേ? മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഫക്കുറു സാത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന. ഒരു മണിക്കൂർ നേരത്തെ ചിന്തക്ക് 60 കൊല്ലത്തിന്റെ മീതെ ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലമുണ്ട് എന്ന് മഹാനരായ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്ന് പറഞ്ഞാല് ഞാനിവിടെ ഒരു മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ പ്രസംഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രസംഗം ഇരുന്ന് ചിന്തിച്ചിട്ട് കേട്ടാൽ ഒരു 120 കൊല്ലം ജീവിച്ച ഇബാദത്ത്, ജീവിച്ചതിന്റെ കൂലിയല്ല, ജീവൻ ഉണ്ടായിട്ട് എന്താ കാര്യം? ആയുസ് കൂട്ടിയിട്ട് കാര്യമൊന്നുമില്ല. ഇബ്ലീസിന് എത്ര ആയുസുണ്ട്? എന്തെങ്കിലും കാര്യം ഉണ്ടോ? ഇല്ല. ആയുസ് ഉണ്ടാവണോ, ഹക്കോ ഇഖ്ലാസോ ഒപ്പം ഉണ്ടാവണം. തൂബ ലിമൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു. ആയുസ് സുദീർഘമാവുകയും ആ ആയുസിൽ മൊത്തം നന്മകൾ സജീവമാക്കുകയും ചെയ്ത ആൾക്കാണ് സകല മംഗളവും എന്ന് അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ കൂട്ടത്തിൽ അള്ളാഹു തആല അവിടെ ആയുസുള്ള ഒരുപാട്, ഇതൊക്കെ നന്മ അല്ലെങ്കിൽ വേറെ എന്താ? അള്ളാഹു തആല അവരൊക്കെ പെടുത്തട്ടെ, അള്ളാഹു തആല അവരൊക്കെ പെടുത്തട്ടെ. പിന്നെ എതിരായിട്ടൊരു ദുആ ഉണ്ട്, വൈലുൽ ലിമൻ ത്വാല ഉംറുഹു വസാഅ അമലുഹു. ഒരുപാട് കാലം ജീവിച്ചിട്ട് വിത്തിനെയും ഫസാദായിട്ട് നടക്കുന്ന മനുഷ്യന്മാർക്കാണ് സകല നാശവും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ പലയിടത്തും ബസ് സ്റ്റോപ്പിലൊരു ബെഞ്ചാണ്, ആ ബെഞ്ച് കണ്ടാൽ തന്നെ അറിയാം, ആ ബെഞ്ച് കണ്ടാൽ തന്നെ അറിയാം നല്ല ദർസാണ് അവിടെ നടക്കുന്നത്. ആ വിതനന്റെ കിതാബ് കൊണ്ട് എടുക്കും, ഗൈബത്തിന്റെ ബാബ കൊണ്ട് തുടങ്ങും. പിന്നെ അവിടുന്ന് അങ്ങനെ പോരും, നമീമത്ത്, ഹസദ്, ഹിർസ്, അദാവത്ത്, കിബിർ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അവിടെയൊക്കെ ഇരിക്കണ നരച്ച മനുഷ്യന്മാർ. ഇവിടെ അല്ല ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ ഏരിയയിലുള്ള കഥയാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെയൊക്കെ അവിടെ ഇരുന്നിട്ട് ഖുർആൻ ഓതുനായരായിരിക്കും എന്ന് എനിക്കറിയാം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നേരം വെളുത്ത ആത്മാവിനെ ദുഷിപ്പിക്കുന്ന പരിപാടി എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇരുന്നൊന്ന് ചിന്തിക്കുക, അതാണ് ചിന്തയാണ് പ്രധാനം, ചിന്തയാണ് പ്രധാനം. ഇരുന്നൊന്ന് ചിന്തിക്കാം. അതാണ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രോജ്വലമായ വളരെ വലിയ അർത്ഥഗാംഭീര്യമുള്ള ഒരു വാക്കാണത്. അൽ ഖൽബു മലിക്കുൻ, അൽ ഖൽബു മലിക്കുൻ, രാജാവ് ഹൃദയമാണ്. വല്ല അല്ലാഹു ജുനൂദു, അവയവങ്ങൾ അവന്റെ കാവൽഭടന്മാരാണ്. ശരീരമാകുന്ന രാഷ്ട്രത്തെ ഭരിക്കുന്ന മന്ത്രി അവന്റെ റൂഹാണ്. കൈകാലുകൾ പോലീസുകാരാണ് എന്നർത്ഥത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആത്മാവാണ് രാജൻ. ഒരു വണ്ടി നിങ്ങൾക്ക് അറിയാലോ, ഒരു വണ്ടി ഇപ്പോൾ തങ്ങളെ വണ്ടി എങ്ങനെയാണ്ട് പോയി, അല്ല എൻ്റെ വണ്ടി എങ്ങനെയാണ്ട് വന്നു. ആ സമയത്ത് ഡ്രൈവർ ഇല്ലാതെ ഒരു വണ്ടി വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോ. കാണി, നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഞങ്ങളെ കണ്ണിന് മുമ്പിൽ ഇതാ നമ്മുടെ ഈ തൊലി ഉണ്ടല്ലോ, ഈ തൊലിക്ക് ഈ താർപ്പാൻ്റെ സ്ഥാനമേ ഉള്ളൂ, എല്ലുകൾക്ക് ഈ കമ്പിയുടെ സ്ഥാനമേ ഉള്ളൂ, നമ്മുടെ കാലിന് ഈ മുളൻ്റെ സ്ഥാനമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആരാന്നറിയോ? റൂഹിന് നിങ്ങളെ സ്ഥാനമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ, അല്ലേ? എനിക്ക് വേണ്ടിയിട്ടും ഇവർക്ക് വേണ്ടിയിട്ടാണിത്. ഇവിടെ വലിയൊരു ഒരു സ്റ്റേജ് ഉണ്ട്, ഒരുപാട് കസേരകളുണ്ട്, ഇരിക്കാൻ ആളില്ല. ഇവിടെ സംഘാടകർ വലിയ പന്തലിട്ട് കുറേ ലൈറ്റൊക്കെ ഘടിപ്പിച്ചു. പക്ഷെ ഇരിക്കാൻ ആളില്ലെങ്കിൽ ഇതെന്തെങ്കിലും പറ്റുമോ? അപ്പോൾ ഇതിൻ്റെ ഈ പായൻ്റെ സ്ഥാനമാണ് നമ്മൾ തൊലിക്ക്, ഈ കോലിൻ്റെ സ്ഥാനമാണ് നമ്മളെ എല്ലുകൾക്ക്, ഈ കാലിൻ്റെ സ്ഥാനമാണ് നമ്മളെ കാലിന്, ഈ ലൈറ്റിൻ്റെ സ്ഥാനം നമ്മളെ കണ്ണിന്, ഈ സ്റ്റേജിന് നമ്മളെ തലച്ചോറിൻ്റെ സ്ഥാനമാണ്. പിന്നെ നിങ്ങളും ഞാനും അതാണ് റൂഹിൻ്റെ സ്ഥാനം. അത് മനസ്സിലായിക്കോളെ. ഇനി ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. വണ്ടി ഡ്രൈവിംഗ് ചെയ്യുന്നത് മനുഷ്യനാണ്. വണ്ടിയാകട്ടെ ഇരുമ്പും ചെമ്പും അലൂമിനിയവും പിച്ചളും ഒക്കെ കൂടിയതാണ്. അതിൽ പെട്രോളാകുന്ന രക്തം വേണം, കമ്പികളാകുന്ന ഞരമ്പുകൾ വേണം, മറ്റു പല എഞ്ചിനുകളും വേണം. എന്നാൽ ഡ്രൈവർ ഇല്ലാത്തൊരു വണ്ടിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ഡ്രൈവർ ഇല്ലാത്ത വണ്ടി ചിന്തിച്ചു നോക്കൂ. അപ്പോൾ റൂഹാണ് ശരീരത്തെ ഡ്രൈവിംഗ് ചെയ്യേണ്ടത്. അതിൻ്റെ ഹൈവേ റോഡാണ് സിറാത്ത് മുസ്തഖീം. സിറാത്ത് മുസ്തഖീം ആകുന്ന റോഡിലൂടെ റൂഹാകുന്ന ഡ്രൈവർ, ആത്മാവാകുന്ന ഡ്രൈവർ ഈ ശരീരമാകുന്ന വണ്ടിയെ
ഇങ്ങനെ ഡ്രൈവ് ചെയ്തിട്ട് ലക്ഷ്യസ്ഥാനമാവുന്ന സ്വർഗത്തേക്ക് എത്തിക്കണം. അതുവരെ പേടി തന്നെയാണ് മുഹമ്മദ് മുസ്തഫ. അതുവരെ പേടി തന്നെയാണ്, അതുവരെ പേടിയാണ്. ആ പേടി വന്നാൽ ആ പേടിച്ചവനെ ലോകം മുഴുവനും പേടിക്കുമെന്നാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. മൻ ഖാഫല്ലാഹ് ഖാഫഹു കുല്ലു ശൈ, മൻ അതാഅ അല്ലാഹ് അതാഅഹു കുല്ലു ശൈ. ആരെങ്കിലും അല്ലാഹനെ പേടിച്ചാൽ അവനെ സകല സൃഷ്ടിച്ചരാചരങ്ങളും, അത് കല്ല്, കരട്, കാഞ്ഞീര, കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ, പാമ്പ് വരെ അവനെ പേടിക്കുന്നതാണ്. ആരെങ്കിലും അല്ലാഹനെ ഭയപ്പെട്ടാൽ ലോകം മുഴുവനും അവന് ഭയപ്പെടും. ആരെങ്കിലും അല്ലാഹനെ വഴിപ്പെട്ടാൽ ലോകം മുഴുവനും അവന് വഴിപ്പെടും എന്ന ഹദീസിന് അർത്ഥം വെക്കുമ്പോഴേ ഏക സിവിൽ കോഡിനൊക്കെ കാരണം നമ്മളാന്നാ മനസ്സിലാകാം. അത് തന്നെ ഏക സിവിൽ കോഡിന്റെ ആദ്യത്തെ കാരണവും പ്രധാനപ്പെട്ട കാരണവും ഞാനും നിങ്ങളുമാണ്. കാരണം എന്താ അറിയോ? വലോ അന്ന അഹ്ലൽ ഖുറ ആമനു വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള്. ഒരു ഗ്രാമവാസികൾ അല്ലാഹനെ പേടിക്കുന്ന മനുഷ്യന്മാരായാൽ എന്താ ആനുകൂല്യം? വിശുദ്ധ ഖുർആൻ ലഫതഹ്നാ തഅക്കീദിന്റെ ലാമിട്ടിട്ടാ പറയുന്നത്. മുസ്ലിമീങ്ങൾക്കറിയാം ഫതഹ്ന എന്ന് പറയുന്നതും ലഫതഹ്ന എന്ന് പറയുന്നതും രണ്ടർത്ഥമാണ്. ലഫതഹ്ന സംശയിക്കണ്ട എന്നാണ് ലാമിന്റെ അർത്ഥം. ലഫതഹ്ന നിശ്ചയം നമ്മൾ തുറന്നു കൊടുക്കന്നെ ചെയ്യും. അലൈഹിം ആ തഖ്വയോടുകൂടി ജീവിക്കുന്ന ഗ്രാമവാസികളിലേക്ക് ബറകാത്തിൻ മിനസ് സമാ, ആകാശത്തിൽ നിന്നുള്ള ബർക്കത്ത്, വല്ലർലി ഭൂമിയിൽ നിന്നുള്ള ബർക്കത്തും. ആകാശം മേലെയാണ്, ഭൂമി താഴെയാണ്. അപ്പൊ മേലെ സൃഷ്ടിയും താഴെ സൃഷ്ടിയും നമുക്ക് അനുകൂലമാവും എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളും നമ്മളൊപ്പം ഉണ്ടാവും, നമ്മളെക്കാൾ ശമ്പളവും തൊഴിലും താഴെയുള്ളവരും നമ്മൾ ബഹുമാനിക്കും. അങ്ങനെ കേരളത്തിൽ ഉണ്ടായിരുന്ന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ആത്മാവ് നന്നായ, ആ തഖ്വയുടെ മുദ്രാവാക്യമുള്ള, ഈമാൻ മുഖമുദ്രയായിട്ടുള്ള, ജീവിതത്തിൽ ദീനിയായ ചിട്ടുള്ള ആളുകളൊക്കെ ഗ്രാമത്തിലുള്ള സമയത്ത് നിങ്ങളറിയോ, എനിക്ക് എൻ്റെ നാടിനെ അപേക്ഷിച്ച് എനിക്കറിയാം, നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ നാടിനെ അപേക്ഷിച്ച് അറിയായിരിക്കും. നമ്മളവിടെ വൈരങ്കോട് ക്ഷേത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. ആ വൈരങ്കോട് ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് കരിങ്കാളന്മാർ വൈകുന്നേരം പോലുണ്ട്. വൈരങ്കോട് ക്ഷേത്രത്തിൽ കൊല്ലം ഒരു ഉത്സവം നടക്കലുണ്ട്, വേല എന്ന് പറയാം. അവിടേക്ക് കരിങ്കാളന്മാർ പോലുണ്ട്. ആ സമയത്ത് ഞാൻ മദ്രസയിൽ 4ാം ക്ലാസ് പഠിക്കുമ്പോൾ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ നേരെ കണ്ടതാണ്. പള്ളിൻ്റെ ആ സ്ഥലത്തിയപ്പോൾ അസർവാൻ കൊടുക്കുകയാണ്. പള്ളിൻ്റെ സ്ഥലത്തിയപ്പോൾ കുറേ കരിങ്കാളന്മാർ, കാട്ടാളന്മാരൊക്കെ ഉണ്ട്. മുന്നിലിരിക്കുന്ന ആള് വിശലടിച്ചു, മാപ്പിളാരെ പള്ളി എന്ന് പറഞ്ഞു. പിന്നെ ഒരൊറ്റ കുട്ടി അനങ്ങില, ഒരൊറ്റ നിപ്പാണ്. അപ്പൊ ഇയാൾ പറഞ്ഞു, ചുണ്ട് പൂട്ടിയിട്ട് ചാടാതെ മെല്ലെ പോവാന്ന്. മുഴുവൻ ആളുകളും മെല്ലെ പോയി. ഒരു പേക്കൂത്തുണ്ടായില്ല, ആർത്തട്ടഹാസം ഉണ്ടായില്ല, ബഹളം ഉണ്ടായില്ല, ആക്രാന്തം ഉണ്ടായില്ല, ഒന്നും ഉണ്ടായില്ല. കള്ളുടിച്ച ആൾക്കാർ വലിയ അതബിലായിരുന്നു. ഓല് പിന്നെ നേരത്തെ അതബിലാണ്, കാരണം ഓല് പോണ ഓല അറിയണില്ല. ഇവിടെ എത്തിയപ്പോൾ ഇയാളെ വിളിയോട് കൂടി ഭയങ്കര അതബിലായി. എല്ലാവരും കൂടിയാണ്ട് പോയി. കാരണം എന്താ അറിയോ, അന്ന് അസ്രവാൻ കൊടുക്കുമ്പോൾ അങ്ങാടിയിലുള്ള മുഴുവൻ മനുഷ്യന്മാരും നിസ്കരിക്കാൻ കയറി. ഇറങ്ങണ കുറെ ആൾക്കാരെ നെറ്റിമ താമ്പുണ്ടായിരുന്നു. പല കാരണന്മാരും കയ്യിൽ തസ്ബീഹിന്റെ മാലുണ്ടായിരുന്നു. ഒരൊറ്റ മനുഷ്യനും പലിശയേറ്റ് ബന്ധമുണ്ടായിരുന്നില്ല. സിനിമ എന്നത് കാണൂല്ല. ഏതെങ്കിലും ഒരു വീട്ടിൽ ടി വി ഉണ്ട് എന്ന് പറഞ്ഞാൽ അയിക്കൂടെ പോണ ആൾക്കാർ അസ്തഗ്ഫിറുല്ലാഹൽ അലി എന്ന് പറഞ്ഞിട്ടാ പോവല്. ടി വി ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമായിരുന്നു. ചിന്തിക്കണം. അപ്പോ താഴെ സൃഷ്ടികൾ, കരിങ്കാളന്മാർ, മറ്റവരൊക്കെ നമ്മളെ പേടിച്ചിങ്ങനെ പോവാം. അന്ന് രാജ്യം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി അവരൊന്ന് ഏക സിവിൽ കോഡ് മുത്തലാക്കും ബഹുഭാര്യത്തൊന്നും ഒരു പ്രശ്നമാക്കിയിരുന്നില്ല. കാരണം മിനസ്സമാ വല്ലർള് നമുക്ക് അനുകൂലമായി. ഇന്ന് വാങ്ങിക്കൊടുത്താൽ കുറെ ആൾക്കാർ അങ്ങാടിയിൽ നിൽക്കണം. അന്ന് വാങ്ങിക്കൊടുത്താൽ എല്ലാവരും കയറിയിരുന്നു. ചിന്തിക്കണേ. അപ്പോൾ ഞാൻ എവിടെയാണ്? ഞാൻ ആരാണ്? അപ്പം മനുഷ്യൻ എന്ന് പറയുമ്പോൾ ഈ വാക്ക് ചെന്ന് നേരെ കുത്തുന്നൊരു പ്രതിഭാസമുണ്ട്. ആ പ്രതിഭാസത്തിനെ തൊട്ടുണർത്താൻ വേണ്ടിയാണ് അബൂൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ആമുഖമായ പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പ്രഭുവായ വിശ്വമാനവികാതയുടെ വിമോചന ഗീതമായ അംബിയ കുടുംബത്തിലെ നായകനേ നബിയുനാ വഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് അന്നബിയ ഹാളിറൂൻ
യഅലമു ഇൽമൽ യഖീൻ അന്ന റബ്ബൽ ആലമീൻ ഫറള സല്ല അലൈഹി أن رب العالمين فرضا صلى عليه الله 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 نبينا وحبيبنا محمد رسول الله. പോരാ പോരാ, ആണുങ്ങൾ ഉറക്ക സലാത്തല്ലേ? എന്താ പൈ നിങ്ങൾക്ക് നഷ്ടമുള്ളത്? ഞാൻ സലാത്തിലുണ്ടല്ലോ, ഞാൻ പ്രസംഗിക്കുന്നുണ്ട്, സലാത്തിലുണ്ട്. നിങ്ങൾ പ്രസംഗിക്കണില്ല, സലാത്തും ചെല്ലണില്ല. അങ്ങനെ ആകാൻ പറ്റില്ല. ആണുങ്ങൾ മുന്നിലുള്ള ആൾക്കാരെ മാത്രം ഏൽപ്പിച്ചിട്ട് ബാക്കിലുള്ളവർ മുണ്ടാതിരിക്കല്ലേ. ഭക്ഷണം കഴിക്കാൻ അങ്ങനെ ഇരിക്കുമോ? കല്യാണത്തിനായാലും 10 ആളെ ഏൽപ്പിച്ചിട്ട് ബാക്കിയുള്ളവർ തിരിച്ചു പോവോ? ഇല്ല, ചിലത് നമ്മൾ തന്നെ എടുത്താലേ കൂലിയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ആണുങ്ങൾ ഉറക്ക, പെണ്ണുങ്ങളും എല്ലാം മതി. ആണുങ്ങൾ ഉറക്ക സ്ഥലത്തിൽ ഈ മടിയാണ്ട് പോട്ടെ. ഇതാണ് നമ്മുടെ, ഇത് റൂഹിന്റെ മുദ്രാവാക്യമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള സകല അമ്പിയാക്കളും കടന്നു വന്നത് ജസദിന് വേണ്ടിയല്ല, റൂഹിന്റെ ശമനികളായിട്ടാണ്. റൂഹിന്റെ രോദനം തീർക്കാനാണ്. റൂഹിന്റെ ദാഹത്തിന് കുടിവെള്ളമാകുന്ന ആധ്യാത്മികമായ വിഭവങ്ങളുമായിട്ടാണ്. മനുഷ്യനെന്ന് പറയുന്നത് റൂഹാണ്. ആ റൂഹ് പിരിയുന്നതിനാണ് മരണമെന്ന് പറയുന്നത്. മരണത്തിന്റെ ഡെഫിനിഷൻ ഖുറൂജുർ റൂഹി മിനൽ ജസദി, ശരീരത്തിൽ നിന്ന് റൂഹ് പുറപ്പെടുന്ന പ്രതിഭാസമത്രേ മരണമെങ്കിൽ ആ സമയത്ത് എന്റെ അവസ്ഥ എന്താണ് എന്നതിലാണ് സകലർക്കും പേടി എന്നത് നമ്മൾ മറക്കണ്ട. മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഞാൻ സ്വഹാബാക്കളിൽ 4 ആളുകളെ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫൂന അലാ ഈമാനിഹിം, അവസാനം എന്തായി പോകും, റൂഹ് പിരിയുന്ന നേരം എന്തായി പോകുമെന്ന കാര്യത്തില് ഞാൻ കണ്ട സകല സ്വഹാബാക്കളോ പേടിയിലാണ് എന്ന് മഹാനായ അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അപ്പൊ റജാഉം വേണം, ഖൗഫും വേണം. ഓൽക്കാണ് പേടി. റൂഹ് പിരിണമയത്ത് എന്താവുക എന്നുള്ള ബേജാറ്. ആർക്ക്? സഹാബാക്കൾക്ക്. ആരാ സഹാബത്ത്? അസ്ഹാബി കന്നുജൂം വബിഅയ്യിഹിം ഖതദൈതും ഇഹ്തദൈതും മുഹമ്മദ് മുസ്തഫ. ഈ രണ്ടും മനസ്സിലാൻ ഉമർ ഖത്താബിന്റെ ഒരു ഡയലോഗ് ഉണ്ട്. എന്താ അറിയോ? നാളെ മഹ്ശർ വൻസബയിൽ, മഹ്ശറ എന്ന് പറയണ്ട കേട്ടോ, മഹ്ശർ വൻസബയിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറയണേ, എല്ലാവരും ഉണ്ട് നരകത്ത് പോയിക്കോളി, ഒരാൾ മാത്രം സ്വർഗത്ത് കടക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നു ആ ആള് ഞാനായിരിക്കും, അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അത് റജാഇന്റെ ഹാലിൽ പറഞ്ഞതാണ്. ഉടനെ തന്നെ അങ്ങോട്ട് കരഞ്ഞോണ്ട് പറഞ്ഞു, നാളെ മഹ്ശർ വൻസബയിൽ പഠിച്ചോനെ എല്ലാവരും ഉണ്ട് സ്വർഗത്ത് പോവാ, ഒരാൾ മാത്രം നരകത്ത് പോയിക്കോന്ന് പറഞ്ഞാൽ അതും ഞാനാകും എന്ന് ഞാൻ പേടിക്കുന്നു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. അതാണ് ഈമാൻ. അൽ ഈമാനു ബൈന റജാഇ വൽ ഖൗഫി നബിയുനാ മുഹമ്മദ് മുസ്തഫ. 2 ചിറകും കറക്റ്റാണ്, കണക്കാണ്. 2 ചിറകുണ്ട്. 2 ചിറകും നമുക്ക് വേണം. പേടി ഉണ്ടാവണം. പേടി മാത്രം ഉണ്ടായ പോരാ, പ്രതീക്ഷ ഉണ്ടായി. ഏത് കള്ളുടിയന്മാർക്കോ വേണമെന്ന് നിങ്ങൾ എന്താ മനസ്സിലാക്കി? അമലുകളിൽ അവലംബം ചെയ്യാൻ പറ്റുന്ന ആ അമലിൽ അവലംബം നടത്തിയതാ ഇബ്ലീസിന്റെ ഒന്നാമത്തെ കുഴപ്പം. ഇബാദത്തിൽ അവലംബമില്ല, അള്ളാന്റെ റൗഫത്തിലാണ് അവലംബം. ഒരു കാര്യം ഉറപ്പിച്ചോളൂ, നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ അവലംബം വെച്ചാൽ അതാണ് പിശാചിന്റെ മാർഗം. പിശാചിന് പറ്റിയതോ അതാണ്. മൂപ്പര് സ്വന്തം ഇബാദത്തിൽ അവലംബം അമിത പ്രതീക്ഷയായി, അതാണ് ആഖിബത്ത് ചെയ്യാൻ പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അമലുകളിൽ അവലംബല്ല, റഅഫത്തിലും റഹ്മത്തിലും മാത്രമാണ് അവലംബം. അതുകൊണ്ടാണ് ഖുർആൻ ആ റഅഫത്തിന്റെ റഹ്മത്തിന്റെ മിസ്മോണ്ട് തുടങ്ങിയത്. ചിന്തിക്കണേ. അതുകൊണ്ടാണ് അല്ലാഹു ഭൂമിക്കാകമാനം ഒരു നിയോഗ പുരുഷനായ സത്യബുദ്ധനെ പറഞ്ഞയച്ചപ്പോൾ ആ സത്യത്തിന്റെ മുത്തായി കടന്നു വന്നവരുടെ പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷനായി വിശുദ്ധമായിട്ടുള്ള ഖുർആൻ എടുത്തു പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. റഹ്മത്തുൽ ലിൽ ആലമീൻ, റാഹത്തുൽ ലിൽ ആശിഖീൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ.
റഹ്മത്തുൽ ലിൽ ആലമീൻ റഹ്മത്തുൽ ലിൽ ആശിഖീന ഖദ് ബകൈനാ ബിൽ ഫിറാഖി യാ റസൂലല്ലാഹ് طه الرسول ياسين يا حبيب الله طه الرسول ياسين يا حبيب الله رحمة للعالمين يا محمد മുസ്തഫ അല്ലാഹുവിന്റെ റഹ്മത്തിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. അതുകൊണ്ട് ഹൃദയങ്ങൾ പെടേണ്ടത് അല്ലാഹ് എന്ന ചിന്തയിലാണ്, ആ ഒരു ചിന്തയിൽ മാത്രമാണ്. സത്യത്തിൽ ഈ ശരീരവും റൂഹുണ്ടല്ലോ, ഇത് രണ്ടിന്റെ അജണ്ട രണ്ടാണ്. രണ്ട് വൈരുദ്ധ്യങ്ങളെ അള്ളാഹു ഒരുമിച്ച് കൂട്ടിയ സംയുക്ത കലവറയാണ് മനുഷ്യൻ. റൂഹിന്റെ തേട്ടം അള്ളയാണ്, ശരീരത്തിന്റെ തേട്ടം ഭക്ഷണം ഉറക്കമാണ്. ചിന്തിക്കണം, മനസ്സിലാക്കണം കേട്ടോ. റൂഹിന്റെ തേട്ടം അള്ളാഹുവിന്റെ മുശാഹദയാണ്, അള്ളാഹുവിന്റെ ലിഖാഅാണ്. ശരീരത്തിന്റെ തേട്ടം ഭോഗിക്കലും തിന്നലും കുടിക്കലും ഉറങ്ങലുമാണ്. അതുകൊണ്ട് തന്നെ റൂഹിനെ അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആ റൂഹിനെ നിശ്ചയിച്ച ശരീരത്തിലേക്ക് കയറാൻ വേണ്ടി പറഞ്ഞപ്പോൾ റൂഹ് പറഞ്ഞു എന്നാണ്, പഠിച്ചോനെ എൻ്റെ തേട്ടം ഇയ്യാണ്, അതിൻ്റെ തേട്ടം തീറ്റയും കൂടി ഉറക്കമാണ്, ഞങ്ങൾ തമ്മിൽ ശരിയാവില്ല, എനിക്ക് അതിൻ്റെ ഉള്ളിൽ പാർക്കാൻ കഴിയില്ല എന്ന് റൂഹ് അള്ളാഹുവിനോട് വിസമ്മതിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അങ്ങനെ കേട്ടോളേ 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 കേട്ടോളേ. അപ്പൊ അള്ള പറഞ്ഞു, ഈ ധൈര്യമായിട്ട് കയറിക്കോ, ഒരു കുറഞ്ഞ കാലേ ഉണ്ടാവുള്ളൂ. ആദ്യകാലത്തെ ആളുകൾക്കാണെങ്കിൽ ഒരു 1000-1200 കൊല്ലം, അവസാന കാലത്തുള്ള നമുക്കാണെങ്കിൽ ഒരു 60 കൊല്ലം. അപ്പോൾ ഒരു 60 കൊല്ലക്കല്ലേ ഓല പെട്ടിക്കൂടിയിൽ എനിക്ക് താമസിക്കേണ്ടി വരുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ജിൻ്റെ അടുത്തേക്കെന്നല്ലേ വരണേ, ധൈര്യമായിട്ട് കയറിക്കൊന്ന് റൂഹിനോട് പറഞ്ഞു എന്നാ. അപ്പോൾ റൂഹ് പറഞ്ഞു, 60 കൊല്ലെങ്കിൽ 60 കൊല്ലം എനിക്ക് അവരെ ശരീരത്തിൽ പൊറപ്പിക്കാൻ പറ്റൂല, കാരണം ഞങ്ങൾ രണ്ടാളും രണ്ടാണ്, അതുകൊണ്ട് അതിൽ കയറ്റരുത്. അപ്പം അള്ള പറഞ്ഞു, അതെ 60 കൊല്ലം ഈ അതിൻ്റെ ഉള്ളിൽ കയറണ്ട, 60 കൊല്ലം ഓനെ ആയുസ് ഉണ്ടാവും, പക്ഷെ അതിൽ 30 കൊല്ലം എൻ്റെ അടുത്ത് തന്നെ പോരെ, ഞാൻ അവരെ ഉറക്കി കെടുത്തിക്കൊള്ളാം. അന്നാണ് ഉറക്കണ്ടായത് എന്നാണ്. അപ്പോൾ റൂഹ് അള്ളഹാനോട് തേടിയതാണ്, 60 കൊല്ലം എനിക്ക് പൊറപ്പിക്കാൻ കഴിയില്ല. അപ്പോൾ റൂഹിനെ ഇടക്കിടക്ക് പാറിപ്പോയുള്ള സൗകര്യത്തിനാണ് പടച്ചോൻ മനുഷ്യനെ പിടിച്ച് ഉറക്കണെന്നാണ്. ഉറക്കിന്റെ രഹസ്യം എഴുതിയ ആരിഫ്യങ്ങളുടെ ഗ്രന്ഥം എടുത്ത് പരിശോധിച്ചാൽ കാണാതെ. അപ്പൊ എന്തായി, 60 കൊല്ലം ജീവിച്ചോന് 30 കൊല്ലം ഉറങ്ങാണ്. ഉറങ്ങുമ്പോൾ എന്താ സംഭവിക്കണ്, റൂഹ് പുറത്തു പോവാണ്. അതുകൊണ്ടാ കിനാവ് കാണുന്നത്. അത് വലിയ മഹാന്മാരാണെങ്കിൽ കിനാവിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ കാണാൻ വേണ്ടി മാത്രം കിടക്കുന്ന ആൾക്കാർ പറഞ്ഞൊക്കെ പേക്കും, കാരണം അത് മഹാന്മാരല്ലെങ്കിൽ അങ്ങനെയാണ്. വലിയ വലിയ ആളുകൾ കണ്ട കിനാവിന് പേക്കൂല, മറ്റൊരുത്തിന് ഒരു അഡ്രസ് ഉണ്ടാവില്ല, ആമ കൂളിയിട്ട മാതിരി നോരയും കൂടി പൊന്തൂല. കിനാവ് കാണാൻ കാരണം റൂഹ് പുറത്തു പോയതുകൊണ്ടാണ്. പക്ഷെ ആൾക്കനുസരിച്ചുണ്ടാവും കിനാവിന്റെ ജയിലും കോലൊന്ന് മാത്രം. നല്ല നല്ല ആൾക്കാരെ കണ്ട അതിനൊക്കെ ഒരു അഡ്രസ് ഉണ്ടാവും. അഡ്രസ് ഇല്ലാത്ത കുറെ കിനാവുണ്ട്, അത് പറയാപ്പോ ഞാൻ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. അപ്പൊ ഇത് റൂഹ് പറഞ്ഞാണ്, പഠിച്ചോനെ എനിക്കൊന്ന് പുറത്ത് പോകണം, എനിക്കും 60 കൊല്ലം അവരുടെ ശരീരത്തിൽ ജീവിക്കാൻ പറ്റൂല. അപ്പൊ അള്ളാഹു തആല അടക്കെ അല്ലോ 30 കൊല്ലം നമ്മുടെ ശരീരത്തിൽ, 30 കൊല്ലം പുറത്ത്. അപ്പൊ ഏതുപോലെ ഞാൻ പറഞ്ഞുതരാം, ഒരു പ്രാവിനെ നമ്മൾ കൂട്ടിലിട്ടിട്ട് അടക്കണേ വലിയ പ്രയാസം ആ പ്രാവിന്. കാരണം ഈ പ്രാവിന് എന്ന് പറഞ്ഞാൽ പാറി പറക്കലാണ് അതിന്റെ സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഇഹ്റാം ചെയ്യാൻ പോകുന്ന ആള് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ചെയ്യൽ നിർബന്ധമാണ്. വീട്ടിൽ കുളിച്ചിട്ട് പ്രാക്കളൊക്കെ കൂട്ടിൽ വളർത്തുന്നുണ്ടെങ്കിൽ മോനോട് പറയണം, മോനെ വാപ്പ ഇഹ്റാം ചെയ്യാൻ പോണ്, ഇഹ്റാം ചെയ്യുന്ന ശേഷം വേട്ടമൃഗങ്ങൾ വേട്ടമൃഗങ്ങൾ അത് പക്ഷികളാണെങ്കിലൊക്കെ അതിന് ഉപദ്രവിക്കാൻ പാടില്ല എന്നാണ് നിയമം. അത് കാർക്കശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്യാൻ പോണ്, പാൻ്റെ കുട്ടി ആ പ്രാവുകളൊക്കെ ഒന്ന് കൂട് തുറന്നിട്ട് വിടണം എന്ന് ഇഹ്റാമിന് മുമ്പ് പറഞ്ഞേൽപ്പിക്കൽ നിർബന്ധമാണ്. കാരണം പ്രാവിന് നിങ്ങൾ കൂട്ടിലിട്ടിട്ട് എത്ര തേനും പാലും കൊടുത്തിട്ടും കാര്യമില്ല, അത് ജയിലാണ്. ഒരു ബൈക്കിൽ ഇങ്ങനെ ഓടിക്കളിച്ച് ശവായും ഷവർമ്മയും നിന്നിട്ട് അവിടേക്ക് ഓടുന്ന ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് ജയിലിട്ടിട്ട് ബിരിയാണി കൊടുത്താൽ അവനക്ക് സുഖം ഉണ്ടാവുമോ? അല്ല ഉണ്ടാവുമോ? ഇപ്പൊ തന്നെ കുറെ ചെറുപ്പക്കാർ ഗൾഫ് പോയിട്ട് അവിടെ നിൽക്കാത്ത എന്താ അറിയോ, ഈ ബൈക്ക് യാത്രയാണ്. അവിടെ പോയാൽ 2-ാം ദിവസം അമ്മക്ക് വിളിച്ചിട്ട് കാര്യം, അമ്മ ഇവിടെ പറഞ്ഞ മാതിരിയല്ല എന്ന് പറയാം. കാരണം എന്താ അറിയോ, ബലിക്കതാരുള്ള ഈ ബൈക്കുമ്മ കയറുക, ഷവായി നിന്ന് ഷവർമെന്ന് ആണ്ടോടെ എങ്ങോട്ടോടെ വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഈ ഓടിക്കടിക്കൽ ആളുകളെ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടാൽ അത് ജയില. അതുപോലെ പ്രാവ്, ഞാൻ പ്രാവിനെ കൂട്ടിൽ ആക്കുന്നത് ഹറാമാന്ന് പറയല്ലോ. ആ സമയത്തുള്ള അവസ്ഥയെ കുറിച്ച് അപ്പൊ ഞാൻ നിയമം പറഞ്ഞു. മറ്റേ നിങ്ങൾ ഉസ്മാൻ വൈസി മറ്റവരൊക്കെ ഉണ്ട്, അവരോട് ചോദിച്ചോളൂ, ഞാൻ അതിലൊക്കെ ഇടപെടുന്നില്ല. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, ഇതേപോലെയാണ്. അപ്പൊ ആ പ്രാവിനെ ഇപ്പോൾ നോക്കൂ, ഒരു 24 മണിക്കൂറിനിടയിൽ നമ്മളൊരു 10-12 മണിക്കൂർ പുറത്ത് വിട്ടയച്ചു, എന്നിട്ട് അതിന്റെ സൗകര്യാർത്ഥം കൂട്ടുക്കന്നെ വരികയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. എന്നപോലെയാണ് ഇപ്പോൾ റൂഹ് നമ്മുടെ ശരീരത്തിന്റെ തടവറയിൽ കിടക്കുന്നത്. ആ പ്രാവ് പിന്നെ ഇവിടെ ഈ പെട്ടിയിൽ ഈ കൂട്ടിൽ കഴിയും പോലെ, കാരണം ശരീരത്തിലുണ്ട് എന്നാ 30 കൊല്ലം പുറത്തുണ്ട്. ആ സമാധാനത്തിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ അത് കയറിയത്. പക്ഷെ അത് അവസാനത്തെ ആ ഊരിലുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അറിയും, റൂഹ് ഊരിനേനല്ലേ മരണം എന്ന് പറയാന്ന്. ഉറങ്ങുന്ന സമയത്ത് റൂഹ് ഊരിനുണ്ട്. ഇപ്പൊ ശാസ്ത്രം പറയുന്നത് അറിയോ,
ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിനകത്ത് നിന്ന് എന്തോ ഒന്ന് പുറത്തു പോകണ്ടെന്നാണ്. എന്തോ ഒന്ന് ഓല് പറഞ്ഞത്. അത് അങ്ങനെ അവർ പറയുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി. എന്തോ എന്ന് പറയാനേ പറ്റുള്ളൂ. എന്താന്ന് ഓല് പറയണില്ല. എന്തോ എന്നാ തന്നെ. എന്തോ എന്നാണ് റൂഹ്. അത് പുറത്തു പോകുന്നുണ്ട്. അത് മരിക്കണ സമയത്ത് പോകും. പിന്നെ ഇങ്ങോട്ട് തിരിച്ച് നമുക്ക് ഈ ഹയാത്തിലേക്ക് കിട്ടുന്ന പോലെ കിട്ടൂല. അതുകൊണ്ട് മറ്റൊരു ഹയാത്തിലേക്ക് പിന്നെ വരുള്ളൂ. ഈ ഹയാത്ത് കിട്ടൂല. ചിന്തിക്കണേ. എന്നാൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് വേദനയില്ലാതിരിക്കാൻ കാരണോ? ഒരഭിപ്രായത്തിൽ ചില പണ്ഡിതന്മാര് പറയുന്നത്, ഉറങ്ങുന്ന സമയത്ത് റൂഹിനെ നേരെ പിടിക്കുന്നത് അസ്രായിലല്ല, അള്ളാഹുവാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഖാലിഖായ റബ്ബ് കൈകാര്യം ചെയ്യുമ്പോൾ വേദന അറിയുന്നില്ല. അതൊരു ഖൽഖിനെ ഏൽപ്പിച്ചപ്പോ വേദന അറിയുകയാണ്. അങ്ങനെയാണെന്നാ ചില മഹാന്മാർ പറയുന്നത്. ഉറങ്ങണ സമയത്ത് റൂഹിനെ പിടിക്കുന്നത് ഡയറക്റ്റ് അള്ളാഹ് തന്നെയാണ്. അതുകൊണ്ട് ഖാലിഖ് ഇടപെടുമ്പോൾ വേദന അറിയണില്ല. അത് ഖൽഖിനെ ഏൽപ്പിച്ചപ്പോൾ നന്നായി ഉയരം കിട്ടുന്നുണ്ട്. അല്ലെങ്കിലും ഓരോ ഉറങ്ങണ സമയത്ത് റൂഹ് പോകുന്ന സമയത്ത് മരണവേദന സമയത്തുള്ള വേദന നമുക്ക് ഉണ്ടാവണേ ഉറങ്ങാൻ നമുക്ക് പറ്റുമോ? ഉറങ്ങാൻ കഴിയുമോ? ഇനി ഉറങ്ങാതിരുന്നാൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. അത് അള്ളാഹുവിന്റെ മഹാ തൗഫീഖാണ്, വലിയൊരു സഹായമാണ്. രണ്ടുണ്ട്, ഉറങ്ങണുണ്ട്, വേദന അറിയണില്ല. നിങ്ങൾ ചിന്തിക്കണം, ഈ റൂഹ് മരിക്കുന്ന സമയത്ത് ശരീരത്തിൽ നിന്ന് വിട്ട് പിരിയുകയാണ്. എന്റെ ചർച്ചയുടെ മർമ്മം അതാണ്. അല്ലാതെ ഉറങ്ങുന്ന സമയത്തുള്ള റൂഹിനെ കുറിച്ചല്ല. മരിക്കുന്ന സമയത്ത് റൂഹ് പിരിയുമ്പോ വാള് കേൾക്കുന്ന പെങ്ങളെ, വാള് കേൾക്കുന്ന ഉമ്മ, ഇതുവരെ ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിന്റെ അസ്തിത്വമാണ്, ഫൗണ്ടേഷനാണ്. മർമ്മപ്രധാനമായ ഭാഗവും നിങ്ങൾ വളരെ ശ്രദ്ധയോടെയും അതിലേറെ ഗൗരവത്തോടെയും കേൾക്കേണ്ടതും ഇനി പറയുന്നതാണ്. ആ സമയത്ത് എന്താകും എന്നത് തന്നെയാണ് സകലരുടെയും ഭീതി, സകലരുടെയും ആശങ്ക, സകലരുടെയും പേടി. അല്ലാഹുവേ, ആ സമയത്ത് കലിമ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹു നമുക്ക് അവസരം നൽകട്ടെ. ഒന്നാമീ പറയും യാത്രയും, ഞാൻ അതാണ് തുടങ്ങിയത്. ഈ യാത്ര, ഈ സംസാരം, ഈ പറച്ചിലും, ഈ കേൾവി, ഉറക്കൊയ്ക്കലും, ഈ കഷ്ടപ്പാട്, ഇതൊക്കെ എന്താ അറിയോ? ആ ഒരു സെക്കൻഡിന് വേണ്ടിയാണ്. അല്ലേ? അതിനല്ലേ അല്ല പൊരയിൽ സ്ഥലമില്ലാത്തോണ്ട് അവിടെ നിന്നിരിക്കണ്. അപ്പൊ അതിനാണ്. ഒന്ന് ആമീൻ പറയാം. അള്ളാഹു ആ സമയം നമുക്ക് നന്നാക്കി തരട്ടെ. ആ സമയം അള്ളാഹു നമുക്ക് നന്നാക്കി തരട്ടെ. നമ്മളെ നേതാക്കളൊക്കെ നല്ല പവറിൽ പോയ ആൾക്കാരാണ്. ആരാ നല്ല പവറിൽ പോവാത്തവർ? ഒക്കെ നല്ല പവറിലാണ് പോയിക്കുന്നത്. വല്ല ആഖിബത്തുൽ മുത്തഖീൻ, അത് കേരളത്തിന് ദർശനം എടുത്തി വരാൻ നമ്മൾ കഴിഞ്ഞു പോയ മഹാന്മാർ എല്ലാ ആളുകളും. അതുകൊണ്ട് അവരെ ബർക്കത്തുകൊണ്ട് അള്ളാഹു അവരെ പോലെ ഉറക്ക കലിമലേറ്റ് വഫാത്താവാൻ നമുക്ക് അവസരം നൽകട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. കാരണം വല്ലാത്തൊരു സംഗതിയാണ് ആ സമയം. നമ്മളീ പറഞ്ഞ മാതിരിയല്ല. 2-3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് ചായ കുടിച്ചോളി, ശ്രദ്ധിക്കാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ. ഒന്ന്, ആ സമയം എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ വേദന അനുഭവിക്കുന്ന സമയമാണ്. ഏറ്റവും വലിയ വേദന. ഇന്ന് നമ്മുടെ ശരീരത്തിൽ വേദന ആകുന്നത് റൂഹുണ്ടായതുകൊണ്ടാണ്. എന്നാൽ നാളെ മരണം എന്ന് പറഞ്ഞാൽ ആ റൂഹിനെ തന്നെ വേദനാക്കുന്ന പരിപാടിയാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിന് വേദന വരുന്നത് ശരീരത്തിൻ്റെ അകത്ത് റൂഹുണ്ടായതുകൊണ്ടാണ്. മരണം എന്ന് പറഞ്ഞാൽ ആ റൂഹിനെ തന്നെ വേദനാക്കുന്ന പരിപാടിയാണ്. ഉൾക്കൊള്ളാൻ കഴിയില്ല. വേദനയുടെ ആവേഗം വളക്കുന്ന കാലാണിത്, അല്ലേ? പ്രസവവേദനയുടെ ആവേഗം കളന്നിട്ട് ഒരുപാട് ലേഖനങ്ങളുണ്ട്. 20 എല്ലുകൾ പൊടിന വേദനയാണെന്നാണ് പ്രസവിക്കുന്ന സമയത്ത് ഒരു പെണ്ണിനുണ്ടാകുന്നത്. 20 എല്ലുകൾ പൊടിന വേദനയാണെന്നാണ്. ഇത് ശരിക്കും മനസ്സിലാക്കിയ ഭാര്യനെ ചവിട്ടൂല, ചീത്ത പറയില്ല, കറിയിൽ ഉപ്പില്ലാത്തതുകൊണ്ട് തൊലാക്കല്ലൂല. ആ സമയത്ത് അവർ അനുഭവിക്കുന്ന വേദന 20 എല്ലുകൾ പൊടിന വേദന. എന്നാലും മരണവേദന അതിൻ്റെ ആവേഗം വളർന്നു മുഹമ്മദ് മുസ്തഫ. 1000 മീർച്ചവാള് കൊണ്ട് അരിയുന്ന വേദന എന്ന് പരിശുദ്ധ റസൂൽ. നല്ല വേദന. അതുകൊണ്ടാണ് അണ്ണാക്ക് പൊന്താത്തത്. ഹലോ, നമ്മളെ ശരീരത്തിൽ ഇസ്തിരിപ്പെട്ടി വെച്ചാൽ വേദന ഉണ്ടെന്ന് പറയാം, നമുക്ക് അണ്ണാക്ക് പൊന്തും, അല്ലേ? പക്ഷെ അണ്ണാക്ക് പൊന്താത്തത് വേദന പരിധി വിട്ടിട്ട് ഏറ്റവും സെറ്റ് വരെ കഠോരമായ വേദനയ്ക്ക് പാത്രീഭവിച്ചാൽ അണ്ണാക്കും നാവും പൊന്തൂല. അതുകൊണ്ടാണ് വെപ്രാളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ചിലർ മരിക്കുമ്പോൾ ഇപ്പോൾ എടുത്തങ്ങോട്ട് പൊടിക്കും, അതിൽ ബേക്ക കൂടിയ കാഷ്ടമുമ്പ് കൂടിയ മൂത്രം.
ചിലർ നാവ് അങ്ങോട്ട് കഴിക്കും, അച്ചക്കടിയാ, നാവ് തെറിക്കും. ചിലരിതൊക്കെ നാവുമെന്ന ചോര ഇങ്ങനെ അങ്ങോട്ട് ഇറ്റും. ചിലരെ കണ്ണും കണ്ട് ഉരുണ്ടിട്ട് എന്തൊക്കെ ആയിട്ടുണ്ടാവും. ആ സക്കറാത്തിന്റെ വേദനന്റെ ഊക്കാണ് ആ കാണുന്നത്. തമാശയിൽ കേൾക്കല്ലേ, അല്ലാഹു നമുക്ക് സലാമത്ത് ചെയ്യട്ടെ. ഇന്ന് രാത്രി ആയിക്കൂടാ ഇല്ല ഈ സംഭവം. നീ ഞാൻ വരലുകൊണ്ട് ഇവിടുത്തെ ആരെങ്കിലും ഇന്ന് രാത്രി മരിച്ച എനിക്ക് ഫോൺ ചെയ്യാൻ നിൽക്കണ്ട. ഇത് ഇന്ന് രാത്രി ആയിക്കൂടാ ഇല്ല. എന്താ ഇന്ന് രാത്രി മരിക്കൂലെന്ന് ആർക്കെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. എന്നാ ഒരു ആമീൻ പറയാം, അള്ളാഹ് ആഫിയത്തുള്ള ദീർഘായുസ്സട്ടെ. എന്താ ആമീന്റെ സ്ട്രോങ് എന്ന് പറയുന്നത്? എല്ലാരും കഥ തന്നെയാണ്. കുറച്ചുകൂടി കാലം ജീവിക്കണം എന്നാ. ഈ ഒരു 10 കൊല്ലത്തിനിടയിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വായിച്ച പുസ്തകം ഏതാണെന്ന് അറിയങ്ങൾ? പ്രപഞ്ചം എങ്ങോട്ട് എന്ന പുസ്തകമാണ്. ഈ പ്രപഞ്ചത്തിന്റെ ആയുസ് കൃത്യമായി പറയപ്പെട്ട ഒരു പുസ്തകമാണ്. 10 കൊല്ലത്തിനിടയിൽ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ വായന നടന്നത്. കാരണം എല്ലാവർക്കും ഏത് പഠിച്ചോനില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉള്ളിലൊരു പേടിയുണ്ട്. അതുകൊണ്ടോ പഠിച്ചോനായിട്ട് ഉണ്ടോ? ആ പേടി എല്ലാവർക്കും ഉണ്ട്. ഇല്ലാന്ന് തൊള്ളോണ്ട് പറയുകയാണെങ്കിലും ഉണ്ടോ, ഇവർ പറഞ്ഞ ശരിയായിട്ടാണോ എന്ന് ബേജാറ് എല്ലാവർക്കും ഉണ്ട്. ഉണ്ട് എല്ലാവർക്കും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ജീവിക്കാൻ എല്ലാവർക്കും ബോധ്യമുണ്ട്. അല്ലാഹു തആല അവന്റെ ത്വാഅത്തിലുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരിക്കണ സമയത്ത് നമുക്ക് പുതിയാപ്പിള ഇറങ്ങണം. അതിനാണ് ഈ വിഷയം വെച്ചത്. ഇപ്പൊ നമ്മളിങ്ങനെ പുതിയാപ്പിള ഇറങ്ങുമ്പോൾ നമ്മളിങ്ങനെ ബ്രഷ് ചെയ്യുന്നുണ്ട്, നമ്മളിങ്ങനെ തുണി കുപ്പാൻ മാറ്റുന്നുണ്ട്, പൗഡർ ഉണ്ട്, അല്ലേ, ഒക്കെ ഉണ്ട്. നാളെ നമ്മൾ കുളിപ്പിക്കൂല, നമ്മളെ കുളിപ്പിക്കും. നമ്മൾ തുണി കുപ്പാൻ മാറ്റൂല, നമുക്ക് പൊതിഞ്ഞു തരും. നമ്മൾ ബ്രഷ് ചെയ്യൂല, നമുക്ക് മറ്റുള്ളവർ ബ്രഷ് ചെയ്ത് തരും. അല്ലേ? മയ്യത്തിന് മിസ്വാക്ക് ചെയ്ത് കൊടുക്കലില്ലേ? ഈടെ അടുത്ത് മയ്യത്ത് കുളിപ്പിച്ച ഒരാളിനോട് പറഞ്ഞു, മിസ്വാക്ക് ചെയ്യാൻ വേണ്ടി ചുണ്ട് പൊന്തിച്ചപ്പോൾ കഞ്ചാവിന്റെ കെട്ട് വീണ്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അത് ഞാൻ ഇടക്കൊന്ന് സൂചിപ്പിക്കണേ, സമാന്റെ പോക്ക് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ, നമ്മളെ കുട്ടികളെ കാത്തു രക്ഷിക്കട്ടെ. മുമ്പ് ഇപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്താ അറിയോ? മുമ്പ് വേള് പറയുമ്പോൾ കള്ളും കഞ്ചാവൊന്നും വേളിൽ പറയണ്ട. കാരണം നല്ലോരൊക്കെ നല്ലോരും വടക്കാരൊക്കെ വടക്കാരാണ്. ഇന്ന് രണ്ടു പോരും കൂട്ടരാ. എല്ലാ പരിപാടിക്കും ഉണ്ടാവും. വാതിലുണ്ടാവും, മുന്നിലുണ്ടാവും, തൊപ്പിട്ടിട്ടുണ്ടാവും, സൂറത്തുൽ കഹ്ഫ് ഓതും. അത് കഴിഞ്ഞിട്ടാണ് കള്ള് ഷാപ്പിന്റെ അവിടെ അങ്ങനെ ചൊറിഞ്ഞിക്കണം കുപ്പി വാങ്ങാനേ. ഇതൊക്കെ ഒരു കൂട്ടരെ പാടത്തിട്ട് എല്ലാവരും കൂട്ടർ സുബ്ഹാനഹുവ. ഈടെ അടുത്ത് ഒരാള് എൻ്റെ നാട്ടിൽ വന്നിട്ട് എന്നെ അന്വേഷിച്ചു. എൻ്റെ നാട്ടിൽ വാണിനൂർ വന്നിട്ട് എന്നെ അന്വേഷിച്ചാലൊന്നും പിടുത്തം കിട്ടൂല. യമാനിയാണ് വരുന്നത്. നിങ്ങളിത് കെട്ടിപ്പൂട്ടി വരുമ്പോൾ മനുഷ്യനെ പേടിപ്പിച്ചിട്ട് ഞാനിത് എന്താന്ന് വിചാരിച്ചു നമ്മളെ ഹലോ. അപ്പോ പിന്നെ അത് വലിയ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളോ സുബ്ഹാനഹു എൻ്റെ നാട്ടിൽ വന്നിട്ട് ഇത് കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്, അതുകൊണ്ട് അതൊക്കെ ഒന്ന് തിരുത്താൻ വേണ്ടി ഞാൻ പറയണത്. കോഴിക്കോട് അപ്പുറമാണ്, കോഴിക്കോടല്ല അതിൻ്റെ അപ്പുറമാണ്. അവിടുന്ന് ഒരാൾ എൻ്റെ നാട്ടിൽ വാണിനൂർ വന്ന് എന്നെ അന്വേഷിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ ഒന്നുമില്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ കയറിയിട്ട് ഇയാൾ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോൻ്റെ മൊബൈൽ വാങ്ങിയിട്ട് എന്നെ വിളിച്ചു. റഹ്മാനി ഉസ്താദേ, ഞാൻ കോഴിക്കോട് അപ്പുറത്ത് വന്നാണ്, നിങ്ങളൊന്ന് കാണാനാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഒന്നല്ല, ഞാൻ പൊന്നാനിയിൽ ഇപ്പോൾ കിടന്നുറങ്ങാൻ, എന്തിനാ കാണണമെന്ന് വെച്ച്. അപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, അർജൻറ്റായിട്ട് ഉറങ്ങണ ഒരു മനുഷ്യന് എത്ര ദൂരം നിന്ന് കാണാൻ പറ്റുമോ? അല്ല, ഉറങ്ങുമ്പോൾ പല മറുപടിയല്ല നമ്മളെടുത്ത് ഉണ്ടാകല്ലേ. ഇയാളിത് വെക്കണില്ല എന്ന് മനുഷ്യനെ ഉറക്കാൻ സമ്മതിക്കണില്ല. നമുക്ക് ആകെ 2-2.5 മണിക്കൂർ ഉറങ്ങാൻ കിട്ടുള്ളൂ. പിന്നെ എവിടെ ഉറങ്ങാം? അതിനിടയ്ക്ക് വെക്കാൻ മരം ഇങ്ങനെ കുത്തി ചോദിച്ചപ്പോൾ എന്താ പറയാ. അപ്പം എന്നോട് പിന്നെ ഇയാൾക്കറിയാം കുറച്ച് പ്രായമുണ്ട്. അപ്പം ഞാൻ ഒന്ന് കട്ടുമെന്ന് നീച്ചിരുന്നിട്ട് എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ച്. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ ഇന്ന് രാത്രി നിങ്ങൾ വാളറിന് എൻ്റെ നാട്ടിലാണ്. അവിടുന്ന് ഞാൻ വാളറിയുമ്പോൾ കാര്യമാണ് പറയാം, അവിടെ നിന്ന് കാര്യമാണ്, അഡ്വാൻസ് ആയിട്ട് കാര്യമാണോ? അല്ല, വാള് കേട്ടിട്ട് അവിടുന്ന് കാര്യമാണെങ്കിൽ തിരക്കടില്ല. വാള് തുടങ്ങണതിന് മുമ്പ് ഇവിടെ വന്നിട്ട് കാര്യം എന്ത്. അവനോട് പറഞ്ഞേ, പിന്നെ ഉസ്താദേ എൻ്റെ നാട്ടിൽ വാളാണ്. അല്ലെന്താ നിങ്ങൾ കാര്യം പറയുന്നതാണ്. അപ്പോൾ ഇയാളിങ്ങനെ മെല്ലെ മെല്ലെ പറഞ്ഞ എന്താ അറിയോ, അയാൾ 10-25-26 കൊല്ലം സൗദിയിലായിരുന്നു. അയാൾ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് 2-3 കുട്ടികളൊക്കെ കെട്ടിച്ചു, വീടുണ്ടാക്കി. പിന്നെ അയാളെടുത്തൊരു 10-25 ലക്ഷം റുപ്യ അയാൾ ആ 20-30 കൊല്ലത്ത് ദീർഘമായ ആയുസിൽ എല്ലുമുറിയെ പണിയെടുത്ത് ചോര നീരാക്കി കട്ടപ്പെട്ടിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ആ പൈസ അയച്ച പൊരയിൽ വന്നു. ഇങ്ങനെ ഇയാളെടുത്ത് പൈസ ഉള്ളത് പെണ്ണുങ്ങളോടും കൂടി പറഞ്ഞിട്ടില്ല. പക്ഷെ മഹലിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയും ആദ്യകാല 2 പേര് സ്കൂളിലും മദ്രസയിലൊക്കെ ഒപ്പം പഠിച്ച് കുടുംബത്തിലെ പ്രധാനപ്പെട്ട ആള് 5 വക്ത് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ ശ്രദ്ധിക്കുന്ന ആള്, അങ്ങനത്തെ ഒരു സുഹൃത്ത് മൂപ്പർക്കുണ്ട്. മൂപ്പരോട് ഈ കാര്യം പറഞ്ഞു. മൂപ്പരാണെങ്കിൽ പറമ്പച്ചവടക്കാരനാണ്. അപ്പൊ ഇയാൾ അറിഞ്ഞു, അത് കയ്യിൽ വെക്കണേനേക്കാളും നല്ലത് എനിക്ക് കച്ചവടത്തിന് ഇറക്കി തരികയാണെങ്കിൽ വരുമാനമാർഗം ആയും ചെയ്ത്, എന്നാ പിന്നെ എനിക്കൊരു സുരക്ഷിതമായ ഒരു സംരംഭമായും ചെയ്ത് എന്ന് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളോടും കൂടി മുണ്ടാതെ ഒരു എഗ്രിമെന്റ് എഴുതാതെ ലക്ഷങ്ങൾ 1000 ബാക്കിക്കാതെ മുഴുവൻ ആളെ കയ്യിലാണ് ലഭിച്ചു. മാസം 3-4 കഴിഞ്ഞു. ഇയാൾ ജമാഅത്തിന് വന്ന് പോകുന്നല്ലാതെ കച്ചവടത്തിന് കണക്കൊന്നും പറയണില്ല. 6 മാസമായപ്പോൾ ഇയാളൊന്ന് അങ്ങോട്ട് ചോദിച്ചു, അല്ലാലേ കുട്ടിയെ, ഇതൊരു 10-25 ലക്ഷം റുപ്യൻ്റെ അടുത്ത് വാങ്ങിയിട്ടുണ്ടല്ലോ, അതിൻ്റെ അടുത്ത് ഞാൻ പൈസ വാങ്ങേ, എവിടെ തെളിവ്?
ഇയാള് വാങ്ങിയ ആള്. കാരണം എഗ്രിമെന്റ് ഒന്നും എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ അടുത്ത് ഒന്നും വാങ്ങിയിട്ടില്ല, കിട്ടുന്ന പണി വെക്കുന്ന പറഞ്ഞു. അതിൽ ഇയാൾ പറയാം ഇയാൾ അപ്പൊ തന്നെയാണ് വീണെന്ന് പറഞ്ഞു, പറഞ്ഞു വീണെന്ന്. കാരണം ഈ മനുഷ്യൻ എങ്ങനെ പറഞ്ഞാൽ ആരെഞ്ഞ് വിശ്വസിക്കാം. എന്നിട്ട് എന്നോട് പറഞ്ഞ എന്താ അറിയോ, നിങ്ങൾ പ്രസംഗത്തിനിടയിൽ ഇതൊന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ എന്താ വിഷയം എന്ന് വെച്ച്, സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമിലാണെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ ഈ സ്ത്രീ സ്വാതന്ത്ര്യം ഇസ്ലാമെ കൂടി ഇതൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് കൂട്ടിച്ചേർക്കുക, ഒലക്കപ്പത്തായ ഉണ്ടാക്കാൻ പറ്റൂലല്ലോ, എന്താ ഒരു അതിനാ മുനാസബ് വേണ്ടേ? അല്ല, ഒരു സംഗതി ഇങ്ങനെ കൂട്ടി ബന്ധിപ്പിക്കുമ്പോൾ ചേറും ചോറൊക്കെ കൂടി ഒപ്പം തിന്നാൻ പറ്റുമോ? അപ്പൊ ഇതിനൊരു പുറത്തം കിട്ടിയില്ല. പഠിച്ചോനെ വിഷയം എന്തെങ്കിലും ഒന്നാണ്ട് ഷൂട്ടാക്കണല്ലോ, എങ്ങനെ ഇപ്പത്. എന്നാലും ഞാൻ പറഞ്ഞു, ഞാൻ പറയണ്ടെന്ന് കരുതിയാലും അള്ളാഹു തആല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്ന എനിക്കറിയാം എന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, നിങ്ങളടുത്ത് 10-25 ലക്ഷം ഉറുപ്പ്യൊക്കെ വാങ്ങിയിട്ട് പേപ്പറിന്റെ രേഖ ഇല്ലാത്തത് കൊണ്ട് 5 മാസം കഴിയുമ്പോഴേക്ക് അങ്ങനെ ഒരു കാര്യം നിഷേധിച്ചാൽ നിങ്ങളെ നാട്ടിലെ ഏറ്റവും വലിയ മോശപ്പെട്ട തമ്മാടി ആൾ തന്നെയല്ലേ? കാരണം നിങ്ങളെ ഹക്ക് തിന്നുന്ന ആളാ, അത് നിഷേധിക്കുന്ന ആളാ. ഓനേക്കാളും വലിയ തമ്മാടി ആരാ? അയാൾ പേരും വാതിലൊന്നും വരൂലല്ലോ, അല്ല ഉണ്ടാവൂല, അയാൾ എവിടോ ആയിരിക്കും. അങ്ങനത്തെ ഒരാൾക്ക് വേണ്ടി എന്റെ വിഷയത്തിനിടയിൽ ഞാൻ ചർച്ച ചെയ്യണോന്ന് വെച്ചാൽ, അപ്പൊ ഇയാൾ പറഞ്ഞു ഉസ്താദെ ആൾ തന്നെയാണ് അധ്യക്ഷൻ എന്ന് പറഞ്ഞു. സ്റ്റേജിലെ അധ്യക്ഷൻ മുപ്പർ തന്നെയാണ്. ഞാൻ പോയി നോക്കുമ്പോൾ കട്ടിയുള്ള തൊപ്പിയൊക്കെ ഇട്ടിട്ട് വലിയൊരു താമ്പുള്ള ഒരു മനുഷ്യൻ ഒരു മാലയും പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. ഇയാളാണല്ലോ പോ ആ മനുഷ്യന്. ഇതാണ് ഞാൻ പറഞ്ഞത്, ആദ്യകാലം ഇക്കാലം രണ്ടും രണ്ടാണ്. ആദ്യം രണ്ടും രണ്ട് കൂട്ടരായിരുന്നു. പള്ളിയിൽ കള്ളുടിക്കെതിരെ പ്രസംഗിക്കുന്ന ഖത്തീബിനെ മലപ്പുറം ജില്ലയിൽ പ്രസിഡന്റ് സെക്രട്ടറിയും പിരിച്ചു വിട്ടിട്ടുണ്ട്. പള്ളിയിൽ വന്ന ആദ്യത്തെ ഖുത്ബ ഇയാളിങ്ങനെ ടെസ്റ്റിങ്ങിന് വന്ന ഖുത്ബയ്ക്ക് ശേഷം മൂപ്പര് പ്രസംഗിച്ചു. പ്രസിഡന്റ് സെക്രട്ടറി എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു മക്കളെ നിങ്ങളാരും കള്ളുടിക്കരുന്ന് പറഞ്ഞു. അപ്പൊ പ്രസിഡന്റ് സെക്രട്ടറിന് മുഖത്തേക്ക് നോക്കി, എന്ത് പോയത്ര ഇയാൾ പറഞ്ഞു. അതിന് ജുമ കഴിഞ്ഞിട്ട് വേലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ കള്ളുടിക്കല. അത് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടാളും കൂടി പറഞ്ഞു ഉസ്താദ് നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച വേറെ പള്ളി നോക്കി ഇങ്ങോട്ട് വരണ്ട. എന്തേന്ന് വെച്ച് നിങ്ങൾ ആസ്ഥാനത്ത് വാക്ക് ഉപയോഗിക്കുന്ന ആളാണ്. കാരണം ജുമാന്റെ ശേഷം ഇവിടെ ഇരിക്കുന്ന ആൾക്കാരോട് കള്ളുടിക്കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെ പോലത്തെ വിഡ്ഢികളല്ല പറയോ. ഇവിടെ കള്ളുടിക്കണവരുണ്ടോ? അത് കള്ളു ഷാപ്പിന് അവിടെ അല്ലേ ഉസ്താദ് പോയി പറയണ്ടേ? ചെറിയനാൾ കഴിഞ്ഞതിന് ശേഷം ആൾ വരുമ്പോൾ ഫിത്ർ സക്കാത്തിന് മസാല പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ ഒരാളോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ വരണ്ടായിരുന്നു. എന്നാലേ അതേ പള്ളിയിൽ ഇപ്പൊ അടുത്ത് വേറൊരു ഖത്തീബ് ഖുത്ബ ടെസ്റ്റിങ്ങിന് വന്നു. അപ്പൊ ഈ പ്രസിഡന്റ് സെക്രട്ടറി തന്നെ എപ്പോഴും ഉള്ളു ഓലെന്താ പറഞ്ഞോ ഉസ്താദെ ഖുത്ബിന് ശേഷമുള്ള പ്രസംഗത്തിൽ കള്ളുടിനെ കുറിച്ച് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് കാരണം വേലയൊക്കെ മുമ്പിലിരിക്കുന്ന ആളെന്നായി കഴിഞ്ഞാൽ കള്ളു ഷാപ്പിക്കാ പോവാന്ന് പറഞ്ഞു. ഒരു 15 കൊല്ലത്തിനിടയിൽ മലപ്പുറം ജില്ലയിൽ വന്ന മാറ്റത്തിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അവിടെയാണ് റൂഹ് പിരിയുമ്പോൾ എന്ത് എന്ന ചോദ്യചിഹ്നത്തിന് നമ്മൾ മറുപടി കാണാൻ ഈ പാതിരാവിൽ ഒരുമിച്ച് കൂടിയത്. റൂഹ് പിരിയുമ്പോൾ എന്തേ? ജീവിതത്തിന്റെ കുതിച്ചോട്ടമാണ്. മരണമെന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ അവസാനമല്ല, യഥാർത്ഥ ജീവിതത്തിന്റെ വാതിൽ തുറക്കലാണ്. അത് എപ്പോഴുമാകാം. ഈടെ അടുത്ത് കുറ്റിപ്പുറം ഭാഗത്തുള്ളൊരു ചെറുപ്പക്കാരൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഉറക്കം കിട്ടുന്നില്ല, വീട്ടിൽ ഉറങ്ങാറില്ല. ഞാൻ ചോദിച്ചു എന്ത് പറ്റി? ഇയാള് പറഞ്ഞു എനിക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഭാര്യ എന്തോ പോയിട്ട് പരാതിപ്പെട്ട കാരണത്താൽ അദ്ദേഹത്തിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതേ എന്നും വീട്ടിൽ നിന്ന് മുങ്ങാണ് പോലീസുകാരെ പിടിപെടാക്കാൻ വേണ്ടിയിട്ട്. അഥവാ റോട്ടിൽ ഇറങ്ങിയിട്ട് ഓണടി ഉണ്ടാലും പോലീസ് ജീപ്പാന്ന് വെച്ച് പേടിച്ചിട്ട് മൂപ്പരിങ്ങനെ പറയാം ഉറക്കം കിട്ടണില്ല. ഒരു അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചപ്പോഴേക്ക് പോലീസുകാർ ഇന്ന് വരുമോ ഇപ്പോൾ വരുമോ അതാണോ ഇതാണോന്ന് വെച്ചിട്ട് ഉറക്കം ഈ കുട്ടിക്ക് നഷ്ടപ്പെട്ടാൽ നമുക്കെതിരെ മരണ വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പോലീസുകാരൻ വരും കാബിലുൽ അർവാഹ് മലക്കാസറായി. ആ പേടി നമുക്കും വേണ്ടേ? ഒരാളെ കണ്ട് മരിക്കുമ്പോഴേക്ക് പഠിച്ചോനെ എൻ്റെ ഒപ്പം കിടന്നിരുന്ന റൂമിൽ കിടന്നിരുന്ന ആളല്ല മരിച്ചത്, അപ്പോൾ ഓൻ്റെ അടുത്തേക്ക് ഇപ്പം അസ്രായിൽ വന്നല്ലോ, ഇപ്പം എൻ്റെ അടുത്തേക്കും വരുമോ? ആ വേജാറ് നമുക്കില്ല. മരിച്ചോനെ താങ്ങിക്കൊണ്ടുവന്ന സമയത്ത് ഒരു കാല് പിടിച്ചോ മറ്റേ കാല് പിടിച്ചോനോട് ഗീബത്ത് പറഞ്ഞ കാലാണ്. ഒരാൾ പറയാണ് നല്ല തടിയുള്ള മനുഷ്യനെ കൊണ്ടുവരണം, അപ്പം പറയാലോ അതിൻ്റെ തടിയിലെ മറ്റാൾ മുണ്ടണ്ടടാ. ബോധം എന്നത് മനുഷ്യന്റെ കൽബ് അങ്ങോട്ട് പോകും. മുമ്പ് 10 മിനിറ്റ് വയത് കേട്ടാൽ മുമ്പിലിരിക്കുന്ന ആളെ കണ്ണിങ്ങനെ അങ്ങോട്ട് നിറഞ്ഞിരുന്നു. 10 മിനിറ്റ് കേട്ടാൽ. ഇന്ന് 10 മണിക്കൂർ വയത് പറഞ്ഞ എന്റെ കണ്ണ് അറിയണില്ല. കേൾക്കണ നിങ്ങളത് വേറെ. മണിക്കൂറുകളോളം പറയുന്ന എൻ്റെ അറിയണില്ല.
പിന്നെ ഇതൊക്കെ ജനങ്ങൾ ഈ പന്തലും പരിപാടിയൊക്കെ തമാശയായി കണക്കൂട്ടി. കാരണം എന്താ അറിയോ, ഇപ്പം ഞാൻ പലിശക്കെതിരെ ഒരു പ്രസംഗം നടത്തുക, ആയത്തും ഹദീസും നിങ്ങളിങ്ങനെ ചിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, മിഞ്ഞാന്ന് ഞാൻ ബാങ്കിൽ നിന്ന് വന്നത്, ഞാൻ വന്നിട്ട് ചേട്ടോ ഇന്നെ എല്ലാവരും കൂടി നോക്കണ്ട, എനിക്ക് തൽക്കാലം പലിശൻ്റെ ഏർപ്പാടൊന്നുമില്ല. പലിശക്കാരനെ പറയുന്ന ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ കുടിക്കലില്ല, അള്ളാൻ്റെ തൗഫീഖ് അറിഞ്ഞാൽ. അതുകൊണ്ട് എന്നെ മുഖത്ത് നോക്കിയിട്ട് വേർപ്പിക്കാൻ നിൽക്കണ്ട. ഞാൻ ഉദാഹരണം പറയാം. ഇതൊക്കെ ഒരു തമാശാക്കി ജനങ്ങൾക്ക് അതൊക്കെ ഉപജീവന മാർഗത്തിനുള്ള ഓരോ പരിപാടികളാണെന്ന് എല്ലാവർക്കും തോന്നി. വാളും അങ്ങനെ ആയി, കേൾവി അങ്ങനെ ആയി, സംഘാടനം ഒക്കെ അങ്ങനെ ഉണ്ടായി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ആ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകലാണ്. ആത്മാവ് പിരിയുമ്പോ പഴയതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് സ്വർഗം കണ്ടുകൊണ്ട് മുത്തുനബിയുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരായി പുഞ്ചിരി തൂകി പ്രോജ്വലമായ സത്യവാക്യം പതറാതെ ഉറക്കെ പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ അനന്ത വിഹായസിലേക്ക് പാറി പറക്കാൻ അവസരം വേണോ? ജീവിതത്തിൽ സംഭവിച്ച പാളിച്ചകൾ പടച്ചവനോട് പറഞ്ഞുകൊണ്ട് പരിഹരിക്കുകയോ, മേലാൽ അബദ്ധം പിണയില്ല എന്ന് ശപഥം ചെയ്യുകയോ, അള്ളാന്റെ തഖ്വയിലേക്ക് സടകുടഞ്ഞു എഴുന്നേൽക്കുകയും ചെയ്യുകയല്ലാതെ മാർഗമില്ല. ഉമ്മമാരെ, നമ്മുടെ ആത്മാവിന് വിവിധ പൊസിഷനുകളാണ്. നഫ്സുൽ അമ്മാറ, ലവ്വാമ, റാളിയ, മർളിയ, മുത്മഇന്ന. മഹാനായ വലിയുള്ളാഹി ശംസുൽ ഉലമാ മുത്മഇന്നന്റെ പോസ്റ്റിലെത്തിരുന്നു എന്നത് അവരുടെ അവസാന സമയം വിളിച്ചു പറയുകയാണ്. മഹാനായ ശൈഖു മശായിഖിന കോയക്കുട്ടി ഉസ്താദ് മുത്മഇന്നന്റെ പോസ്റ്റിലെത്തിയിരുന്നു എന്നത് അവരുടെ ജീവിതം നമ്മോട് വിളിച്ചു പറയുകയാണ്. നമ്മുടെ ഓരോ മഹാന്മാരും അങ്ങനെയാണ്. പക്ഷേ നമ്മുടെ ജീവിത പാഠങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത് നമ്മൾ അതാ അമ്മാറയിൽ നിന്ന് വിട്ടിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അമ്മാറയിൽ നിന്ന് വിട്ടിട്ടില്ല എന്ന് മനസ്സിലാവും. എന്താ അറിയോ, അമ്മാറന്റെ സമയത്ത് ഏറ്റവും വലിയ ഹോബി എന്താ അറിയോ, ശരീരത്തിന്റെ ഇച്ഛകൾക്കനുസരിച്ച് അങ്ങനെ പോവാ തന്നെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമ്, കറാത്ത്, ഖിലാഫുൽ ഔല, ഇത് മൂന്നും മുൻകാലത്തെ ആളുകൾ വർജിച്ചിരുന്നു. മനസ്സിലായി ഞാൻ പറഞ്ഞുതരാം. ഹറാം എന്ന് പറഞ്ഞാൽ വ്യക്തവും ശക്തവുമായ വിലക്കുള്ളത് ഹറാമ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തമായ വിലക്കുള്ളത് ശക്തമായിരിക്കൂല. മനസ്സിലായോ? വ്യക്തമായ വിലക്കായിരിക്കും, ശക്തി ഉണ്ടാവൂല. ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാലോ വിലക്കുണ്ടാവും, വ്യക്തം ഉണ്ടാവൂല, ശക്തി ഉണ്ടാവൂല, രണ്ടുമില്ല. ഇത് മൂന്നും പഴയ കാലത്തെ ആൾക്കാർ ഒഴിവാക്കി. അതുകൊണ്ടാണ് കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ചൊക്കെ നമ്മൾ അങ്ങനെ പറഞ്ഞത്, ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാൻ. ഇപ്പോ കറാത്തിന്റെ കൂമ്പാരം പേറി ഹറാമിൽ കുളിച്ച് നടക്കുന്ന ഹവയുടെ പുഴയിൽ മുങ്ങി തപ്പിയ നമ്മൾ അമ്മാറയുടെ ആ അടിസ്ഥാനപരമായ ചാപ്പല്യത്തിൽ നിന്ന് നമ്മൾ ഇപ്പോഴും വിട്ടിട്ടില്ല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്ന് ആമീൻ പറയാ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കൂട്ടരെ, ഈമാൻ എന്ന് പറഞ്ഞാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിക്കൽ മാത്രമല്ല, പിന്നെന്താ, ഈ മതം എന്ന് പറഞ്ഞാൽ മധുരാവണം, കയ്പാവരുത്. സലാസത്തും മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഒന്ന് ഷർത്ത്, ഒന്ന് അയ്യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. ഷർത്ത് രണ്ട് വഅൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. ഷർത്ത് മൂന്ന് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ ഔ കമാ ഖാല റസൂലുള്ളാഹി. ഒന്ന് കേട്ടോളൂ. ഒന്ന്, അള്ളി റസൂലും ഏറ്റവും മേലെ, അതിന്റെ മേലെ ഇനി ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് ഒന്ന്. മതം മധുരമാവാൻ ഒന്നാമത്തെ നിബന്ധന. ഏറ്റവും വലിയത് അള്ളി റസൂലും വലുത് തന്നെയാണ്. പക്ഷെ അത് അവര് വലുതായ നമ്മളെ കൽബിലും അങ്ങനെ ആയിരിക്കണം. ഇവിടെ അടുത്തൊരു കാരണവരുടെ വീട്ടില് അദ്ദേഹം പള്ളിയിലൊക്കെ നിസ്കരിക്കാൻ വരുന്ന ആളാണ്. പക്ഷെ കല്യാണത്തിന് മോളിറങ്ങിയത് ബ്രാഹ്മണ സംസ്കാരത്തിന് തോൽപ്പിക്കുന്ന അവസ്ഥയിലാണ്. ഈ പെണ്ണിന്റെ ശരീരത്തിൽ ഒന്നായിട്ട് മഞ്ഞൾ തേച്ച്, ഈ കുറച്ചുകൾ അമ്പലത്തിൽ കൊണ്ട് കണ്ടിട്ടില്ലേ, മഞ്ഞളൊക്കെ തേച്ച് കുട്ടികളൊക്കെ വാല് വെച്ചിട്ട് ചാടുക. അല്ലെങ്കിലോ വാലുള്ള അവസ്ഥയിലോ ഓലുള്ളത് ഇനി വെക്കും കൂടി ചെയ്യുന്ന എന്തായിരിക്കും, വാല് വെച്ചിട്ട് ചാടുക, ശരീരത്തിൽ പിന്നെ കളർ കൊടുത്തിട്ട് ചാടുക, അങ്ങനെയൊക്കെ കൂടി. ഗാനമേള, തലേന്ന് ഗാനമേള, ഇതൊക്കെ പോയപ്പോൾ ഞാൻ ഇയാളോട് പറഞ്ഞു, ആർക്കും എനിക്ക് സഹിക്കാം, നിങ്ങളത് സഹിക്കാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് ഞാൻ പോയിട്ടില്ല, അങ്ങനത്തെ സ്ഥലത്തേക്ക് ചവിട്ടലില്ല, പോലെ പറ്റി ചവിട്ടലില്ല. എന്നിട്ട് ഇയാളോട് പറഞ്ഞു നിങ്ങളാ ചെയ്തേ ശരിയായില്ല. അപ്പൊ ഇയാളെന്നോട് പറഞ്ഞതറിയോ, എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടില്ല, പക്ഷേ മൂത്ത 2 മക്കള് ഗൾഫിൽ നിന്ന് വന്നിരുന്നു, ഓൽക്ക് അടിമപ്പെട്ടു തൊട്ടാണ്. അപ്പൊ ഇയാൾക്ക് മൂത്ത മക്കള് മേലെ, അതിന്റെ താഴെയാണ്
അല്ലാഹു അക്ബറും തക്ബീർ പറയാൻ താത്വിക മേഖലയിൽ അർഹനല്ല. നമ്മൾ പലരും അങ്ങനെയാണ്. ഞാനൊരു ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്തിനാണിത് പറയുന്നത്? റൂഹ് പിരിയുമ്പോ സമാധാനത്തോടെ സന്തോഷത്തോടെ പ്രകാശം അനുഭവിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് പോകണമെങ്കിൽ നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്യേണ്ട പ്രധാനപ്പെട്ട അമലുകളിൽ ഒന്ന് ഈ സേവനം തന്നെയാണ്. ഇർഹമൂ മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ. കേട്ടിട്ടില്ലേ ഉമ്മമാരെ? മഹാനായ സൈനുൽ ആബിദീൻ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയല്ലേ, അഹ്ലു ബൈത്തിലെ പ്രധാന കണ്ണിയല്ലേ, വലിയ മഹാനല്ലേ. അവരുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടിയിട്ടുള്ള വരുമാനോ തന്റെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നതിനേക്കാൾ അവർ ചെലവഴിച്ചിരുന്നത് നാട്ടിലുള്ള പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട മരക്കാർ ഹാജി സാഹിബിനെ കുറിച്ച് ഉസ്മാൻ ഫൈലി അദ്ദേഹത്തിന്റെ സ്വാഗതത്തിൽ പറഞ്ഞില്ല, റോഡ് കെട്ടാൻ ഇവിടെ നിന്നാ പൈസ കിട്ടിയത് അറിയില്ല. ഇന്നും സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ സ്വഭാവ സംസ്കാരമുള്ളവർ ജീവിച്ചിരിക്കുന്നു എന്നതിന് ആജിക്കെ പോലെയുള്ള ആളുകൾ തെളിവുകളാണ്. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ താൻ ജീവിക്കുന്ന നാട്ടില് എത്ര പേരാണ് ഫുഖറാക്കൾ, എത്ര പേരാണ് മസാക്കീൻ എന്നതിനെ കുറിച്ച് കൃത്യമായ റിപ്പോർട്ട് തന്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് കിട്ടുന്ന വരുമാനോ ആ വരുമാനം കൊണ്ട് പൊടി വാങ്ങിയിട്ട് മാംസം വാങ്ങിയിട്ട് പാതിരാവിന്റെ ഉള്ളറയിൽ തഹജ്ജുദിന് വേണ്ടി എണീറ്റുകൊണ്ട് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് താനും ഭാര്യയും അതാ പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നു, മാംസം വേവിക്കുന്നു. ജനങ്ങളെല്ലാം സുഖനിദ്രയിലെ ആണ്ടുപോയിട്ട് കൂർക്കം വലി തുടങ്ങിയാൽ ഈ മഹാനായ മനുഷ്യനതാ തന്റെ താൻ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ പാതിരാവിന്റെ ഉള്ളറയിൽ കറങ്ങുകയാണ്. കുറെ കെട്ട് സാധനങ്ങൾ ഊരയിൽ കെട്ടിവെക്കുകയാണ്. ചിലതതാ മുകളിലേക്ക് വലിച്ചു കെട്ടുകയാണ്. പലതും പെരടിയിലാണ്. അങ്ങനെ ഒന്നിന്റെ മീതെ മറ്റൊന്നായി നിവർന്ന് നടക്കാൻ കഴിയാതെ ഈ ചൂടുള്ള ഭക്ഷണങ്ങൾ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് റുക്കോയിലായി പാതിരാവിന്റെ ഉള്ളറയിൽ താൻ ജീവിക്കുന്ന നാട്ടിലായി റബ്ബിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന മഹാൻ ഒന്നോർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. പാവങ്ങളായ മുഴുവൻ മനുഷ്യന്മാരുടെയും വീട്ടിലതാ സുബഹി നിസ്കാരത്തിന് വേണ്ടി അവർ ഉണർന്നാൽ ഭക്ഷണ പൊതിയതാ തയ്യാറായി വെച്ചിരിക്കുകയാ. അതിന്റെ മുകളിൽ ഒരു സ്ലിപ്പുണ്ട്, ഹാദാ ഹലാലും മിനല്ലാഹ്, ഇത് അല്ലാഹുവിൽ നിന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ഹലാലായ ഭക്ഷണമാണ് എന്നടങ്ങിയിട്ടുള്ളൊരു സ്ലിപ്പോടുകൂടി പാവങ്ങളുടെ വീട്ടിലതാ ഭക്ഷണത്തിന്റെ പാക്കറ്റ്. ഇതാരാണ് കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് ആർക്കും അറിയില്ല. അവർ ജീവിക്കുന്ന നാട്ടില് ഭക്ഷണമില്ലാതെ ഒരാളും കഷ്ടപ്പെടുന്നില്ല. ആരാണ് കൊണ്ടുവന്ന് വെക്കണമെന്ന് ആർക്കും അറിയില്ല. അവരുടെ നാട്ടിൽ ഭക്ഷണം ഇല്ലാതെ ഒരാളും പട്ടിണി കിടക്കണില്ല. അങ്ങനെയാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല വഫാത്താകുന്നത്. മയ്യിത്ത് കുളിപ്പിക്കാൻ വേണ്ടി ആളുകൾ രംഗത്ത് വന്നു. നോക്കുമ്പോ ഈ ഊരേന്ന് പെരടി വരെ കറുത്ത പാടുകൾ ഇങ്ങനെ കാണണം. എന്താന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പെരടിന്റെ അവിടെ കറുത്ത പാട്, ഊരന്റെ അവിടെ കറുത്ത പാട്, പുറത്തൊന്നായിട്ട് അങ്ങനെ പാട്, വെളുവെളുത്ത മേനിയിൽ കറുകറുത്ത പാട്. അവരുടെ അനുഭവത്തിൽ ഒരു അടി ഉണ്ടാക്കിയിട്ടില്ല, അങ്ങനെ യുദ്ധത്തിന് വിട്ട് കിട്ടിയിട്ടുള്ളോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് പാട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. മഹാനായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹുവിനെ മറമാടിയതിനു ശേഷം തന്റെ ഭാര്യതാ നാട്ടുകാരെ സംശയം തീർക്കുകയാണ്. നാട്ടുകാരെ, പ്രഭാത സമയത്ത്
പാവങ്ങളുടെ വീട്ടിൽ ഹലാലായ ഭക്ഷണം എന്ന അറിയിപ്പോടുകൂടി തിന്നാനുള്ള പാക്കറ്റ് എത്താറില്ലേ? അത് എന്റെ ഭർത്താവായ സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു വീട്ടിൽ നിന്ന് പാതിരാവിൽ ഉണ്ടാക്കിയിട്ട് ആ ചൂടുള്ള ഭക്ഷണം പെരടിയിലും പുറത്തും ഊരയിലും കെട്ടിവലിച്ച് നടന്ന കാരണത്താൽ ഭക്ഷണത്തിന്റെ ചൂട് തട്ടിയിട്ട് തൊലി കരിഞ്ഞതാണ് എന്ന് തന്റെ സഹധർമ്മിണി അങ്ങ് സ്വകാര്യം പരസ്യമാക്കിയപ്പോ നാട്ടുകാര് കരയുകയാണ്. ഉമ്മമാരെ, തന്റെ നാട്ടിലുള്ള ഒരാളും ഭക്ഷണമില്ലാതെ കട്ടപ്പെടരുത് എന്ന നിലയില് പാതിരാവിന്റെ ഉള്ളറയിൽ നാട്ടുകാരറിയാതെ ചൂടുള്ള ഭക്ഷണം പുറത്തും പരടയിലും മൂരയിലുമൊക്കെ വെച്ചിട്ട് ചൂടുള്ള ഭക്ഷണം നാട്ടുകാരെ തീറ്റിക്കാൻ വേണ്ടി പാതിരാവിൽ ശരീരത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അത് വഹിച്ച് നടന്ന കാരണത്താൽ തൊലികരിഞ്ഞൊരു മഹാനാണ് സൈനുൽ ആബിദീൻ റളിയല്ലാഹു തആല അൻഹു. എങ്കില് വാള് കേൾക്കുന്ന പെങ്ങളെ, വാള് കേൾക്കുന്ന ഉമ്മ, ചെറുപ്പക്കാരെ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കുമ്പോ റൂഹങ്ങ് പിരിയുമ്പോ റൂഹിനെ പിരിയുന്ന സമയത്ത് ഈമാന് പറിച്ചെടുക്കാൻ ശപിക്കപ്പെട്ട ദുശക്തിയായ പിശാച് സകല യന്ത്രതന്ത്ര മന്ത്ര കുതന്ത്രങ്ങളും പയറ്റിയിട്ട് തീവ്രമായി പരിശ്രമിക്കുമ്പോ പിശാചിന്റെ കൈപിടുത്തത്തിൽ നിന്നോ അവന്റെ തീക്ഷണോപായത്തിൽ നിന്നോ ആത്മാവിനെ രക്ഷപ്പെടുത്തിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയടഞ്ഞ ആത്മാവുമായി മലക്കുകളെ സന്തോഷിപ്പിച്ചുകൊണ്ട് ആകാശ ഉപരിലോകത്തേക്ക് പാറിപ്പറക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പാവങ്ങളെ സഹായിച്ചുന്നവരോട് സഹകരിച്ചോ, അങ്ങനെയുള്ള ഫണ്ടുകൾ വിജയിപ്പിച്ചോ. അള്ളാഹു അവസരം നൽകട്ടെ, അള്ളാഹു അവസരം നൽകട്ടെ. തൗബല്ലാതെ ദോഷം പൊറുക്കുന്ന ഒരു അമലാണ്. ഒരു പക്ഷെ തൗബ ചെയ്യാൻ മറന്നാൽ സ്വതക്ക ചെയ്ത മനുഷ്യന്മാർക്ക് ദോഷം പൊറുക്കുന്നതാണ്. തൗബ ചെയ്യാണ്ടത് തൗബ എല്ലാവരും ചെയ്യണം. അള്ളാഹു തൗബ ചെയ്ത് മരിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ. നന്നായിട്ട് പറഞ്ഞോളൂ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ ഞാൻ ഇന്ന് പ്രസംഗിച്ചാൽ ആ വിഷയം ഇങ്ങനെ അവതരിപ്പിക്കുള്ളൂ. ഇരുന്നാൽ എനിക്ക് കൽബിന്റെ ചൂട് കൽബിലേക്ക് പകരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ ഇരിക്കണോണ്ട് നിങ്ങൾക്ക് വിരോധമില്ലല്ലോ. ഞാൻ ഇരിക്കട്ടെ, അവസാന ഏരിയയിൽ ഇരുന്നിട്ടായിരിക്കും ഞാൻ ഇരിക്കട്ടെ. എന്തെങ്കിലും ഉണ്ടാത്തൊന്ന് ഇരിക്കട്ടെ. അപ്പം അതുകൊണ്ട് ഓപ്പറേറ്റർ എനിക്ക് ഇരിക്കാൻ സാധിക്കും. പിന്നെ പ്രസംഗത്തിന്റെ അവസാന ഭാഗമാണ്. അതുകൊണ്ട് വളരെ ബദ്ധശ്രദ്ധരായി ഈ ഇരുത്തം നേരെ അള്ളാഹുവിൽ ആ ഓർമ്മയിലായി ലയിച്ച് ദ്വായോടുകൂടി നമുക്ക് അവസാനിപ്പിക്കാം. 2-3 ആളുകൾ അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി എണീറ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ 3 കസേരയിൽ സൈഡിലിരിക്കുന്ന ആളുകൾ ഒന്നിരുന്നാൽ വിടവാണ്ട് നികത്താൻ കഴിയും. സൈഡിലിരിക്കുന്ന ആളുകൾ 3-4 കസേര ഇവിടെ ഒഴിവുണ്ട്. ഒന്നുകൊണ്ട് മുമ്പോട്ട് വലിഞ്ഞിരുന്നാൽ നല്ല ചൂടുണ്ട്. 12 തൊട്ടായിട്ടാണ് എനിക്കറിയാം. നല്ല ചൂടുണ്ട്. എനിക്ക് അതിനേക്കാളും ചൂടുണ്ട്. ഈ ചൂട് മഹ്ശറിലെ ചൂട് തണുക്കാൻ അള്ളാഹു തആല കാരണമായി സ്വീകരിക്കട്ടെ. ഒന്നാമേ പറയും, അള്ളാഹു തആല കാരണമായി സ്വീകരിക്കട്ടെ. പിന്നെ തേനെ കൊടുന്നച്ചുകൊണ്ട് നിങ്ങളാരും ബേജാറാണ്ട്. ഞങ്ങളെ മാരക പിരിവെടുത്തിട്ട് ഞാൻ പോക്കറ്റ് കാലിയൊക്കൊന്നുമില്ല. ആവശ്യമുള്ളവർ മാത്രം വാങ്ങിയാൽ മതി. അതുകൊണ്ട് വിഷയം നിന്നിട്ട് തേനൊക്കെ ഇപ്പോൾ കടക്കുമെന്നുള്ള പേടിയിൽ ആരും നീച്ചു വേണ്ട. വിഷയ ഒരു ഭാഗത്ത് എത്തിച്ചിട്ട് ഇതിക്കൊക്കെ ഞാൻ കടക്കുള്ളൂ ഇൻഷാ അള്ളാഹ്. അപ്പോൾ ഒരുപാട് സമയം നീട്ടാനും പറ്റില്ല. വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പോകും വേണം. അള്ളാഹു 2 മണിക്കൂർ 2.5 മണിക്കൂറാലോ കണക്ക്, അതിലപ്പുറം പോകാൻ പറ്റൂല. അപ്പോൾ
വലിയൊരു അമലാണ്. സ്വതക്കം അങ്ങോട്ട് കൊടുത്ത ആത്മാവ് പെട്ടെന്ന് അങ്ങോട്ട് ശുദ്ധിയാവുന്നതാണ്. ആ സെക്കൻഡിൽ അള്ളാഹു സ്വീകരിച്ചാൽ പിന്നെ പണിയെടുക്കല അല്ലല്ലേ. അള്ളാഹു ആദ്യം ചെയ്തതിൽ ആത്മാവിനെ അങ്ങോട്ട് ശരിയാക്കി തരും. അള്ളാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതാണ് ഇത്തക്കുന്നാറ വലോ ബിശിഖി തംറ എന്ന് പറഞ്ഞത്. ഒരു കാരക്കയുടെ ചീള്. മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇതിന് ഒരുപാട് സംഭവങ്ങൾ സക്രാത്തുൽ മൗത്തി വ ശിദ്ദത്തു എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചായിട്ട് കാണാം. മനുഷ്യൻ കള്ള് കുടിയനാ, അദ്ദേഹം നല്ലോണം കുടിക്കുന്ന ആളാണ്. മരിച്ചപ്പോ ആളുകളൊന്നും തിരിഞ്ഞു നോക്കണില്ല. അതുണ്ടാവുമല്ലോ, കള്ള് കുടിയനാ, മരിച്ചപ്പോ ആളുകൾ തിരിഞ്ഞു നോക്കണില്ല. ഭാര്യനെ മയ്യത്ത് കുളിപ്പിച്ചു. ഭർത്താവിന്റെ മയ്യത്ത് ഭാര്യക്ക് കുളിപ്പിക്കാം, ഭാര്യന്റെ മയ്യത്ത് ഭർത്താവിനും കുളിപ്പിക്കാം. ഒതു മുറിയൊന്നുമില്ല. അപ്പൊ ചിലർക്ക് പേടി ഒതു എടുത്തു കൊടുക്കുമ്പോൾ മുറിയില്ലെന്നാണ്. മയ്യത്തിന് തെക്ലീഫില്ല, നമ്മളെ ഒതു മുറിയോ ഇല്ല എന്നല്ല, മയ്യത്തിന്റെ മുറിയില്ല, ഒതുകൊണ്ട് എടുത്തു കൊടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ കുളിപ്പിക്കാം. നാട്ടുകാർ തിരിഞ്ഞു വെക്കാത്തതുകൊണ്ട് ഭാര്യനെ മയ്യത്ത് കുളിപ്പിച്ചു. എന്നിട്ട് തോളിലേറ്റിട്ട് ഒരു മലഞ്ചെരുവിൽ കബറ് വെച്ചിട്ട് കൊണ്ടുപോയിട്ട് മറമാടാൻ വേണ്ടി പോവാണ്. അപ്പൊ ആ മലമുകളിൽ പർണശാല കെട്ടിയിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു വലിയ ആരിഫ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഇൽഹാം ഉണ്ടായി. ഇൽഹാമു മിനർ റഹീം ലാ ഇൽഹാം മിനൽ ലഈൻ. അങ്ങനെയല്ല, ഇന്ന് ലഈനിൽ നിന്ന് ഇൽഹാം പേറിയിട്ട് തസൂഫാക്കി എടുക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടും വേറിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ അനുഭവങ്ങളാണ്. ഞാൻ ഒരു ക്രിസ്ത്യൻ പെൺകുട്ടീൻ്റെ പ്രസംഗം കേട്ടു. ഞാൻ ഒരു വാതിന് പോകുമ്പോൾ എനിക്ക് വണ്ടീനെ കേൾപ്പിച്ചെന്നാ. ഇവള് പറഞ്ഞെന്താ അറിയോ, ഓളിങ്ങനെ സ്വർഗത്തേക്ക് യേശു ക്രിസ്തു ആളെ കൊണ്ടുപോയിന്നാ പറഞ്ഞേ. ജാഹിലീങ്ങൾ കേട്ടപ്പോ അയച്ചു. അത്ര വശ്യ സുന്ദരമായിട്ടാ പറഞ്ഞേ. ഒരു വാക്കിലും സെഹറുണ്ട്. ആ രൂപത്തിലാ പറഞ്ഞത്. ജാഹിലീങ്ങളും ഈമാൻ ബലഹീനമായവരെ കേട്ടാൽ എന്നാ പിന്നെ അതായാലോ എന്ന് തോന്നിപ്പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവളിങ്ങനെ പറയാൻ ആ റൂമിൽ ഞാൻ ആ സമയത്ത് ഇല്ല. പിന്നെ അമ്മയും അച്ഛനൊക്കെ നീ എവിടെ പോയിരുന്നടി എന്നൊക്കെ ചോദിച്ചപ്പോ ഞാൻ എവിടെക്കോ പോയതാണ്, സ്വർഗത്തേക്കായിരുന്നിട്ട് ഇവളിങ്ങനെ വശ്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. എന്താണെന്നറിയോ, പോയിട്ടുണ്ടാവും, സ്വർഗത്തേക്കാവില്ല, ജിന്നുകൾ കൊണ്ടുപോയിട്ടുണ്ടാവും. ഒരിക്കലും ഈ കുഫ്രിയത്തൊന്നും ചെലവാൻ അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടാവണം. അനുഭവങ്ങൾ വിഷയമേ അല്ല, രേഖകളാണ് വിഷയം. രേഖകൾക്കനുസൃതമായിട്ട് അനുഭവങ്ങൾ വന്നാലേ ഞങ്ങൾ കറാമത്തിന് പേരിടുള്ളൂ. എല്ലാവരും മനസ്സിലായിക്കൊള്ളിയോ. രേഖകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങൾക്ക് പേര് ഇസ്തിറാജ് എന്നാണ്, സിഹ്ർ എന്നാണ്. ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് പഴക്കനുണ്ട്. കാരണം പർദ്ദിട്ട പെണ്ണുങ്ങളൊക്കെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമ്പൂരിന്റെ ബോർഡ് നോക്കി നടക്കുന്ന കാലാണ്. പർദ്ദി മൊക്കനൊക്കെ ഇട്ടിക്കണ് വെള്ളം നിറച്ചിട്ട് വരാ, അയ്യപ്പന്റെ പറയുന്ന കാണിച്ചു തരുവാ. എന്താ മറുപടി അറിയുന്നോ, അതിന് ഈ പർദ്ദൂരിട്ട് വേറെ കുപ്പായിട്ട് വരികയെന്നാ പറയണ്ടേ. പർദ്ദനെ പറയിപ്പിക്കരുത് പെണ്ണുങ്ങളെ. അനുഭവമല്ല, അനുഭവം കള്ളുടിച്ചാൽ ദാഹം മാറൂലേ, എന്നാ കുടിക്കാന്ന അനുഭവം ദാഹം മാറ്റുന്ന അല്ലല്ലേ. മൂത്രം കുടിച്ചാൽ ദാഹം മാറൂലേ, അതിനടുത്ത് ദാഹിക്കുമ്പോഴൊക്കെ ഇതിങ്ങനെ മേപ്പിട്ട് കാക്കിയാൽ മതിയതാ. ദാഹം മാറ്റിനെ പഠിച്ചവനാണ്, ആർക്കാരും സംശയമുള്ളത്. ജാഹിലിങ്ങൾ ഈമാനിനെ അറവശാലയിൽ ഏൽപ്പിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അനുഭവങ്ങൾ ഇപ്പോൾ ഓള് പറയുകയാണെങ്കിൽ നമ്മളെ കൂട്ടുന്ന കുറെ അനുഭവം പറയാൻ അങ്ങോട്ടും പറ്റും. അനുഭവങ്ങൾ രേഖകൾക്കനുസൃതമാണോ എന്ന് നോക്കലാണ് ഈമാൻ. ആ ബേസ് തെറ്റിയാൽ കുഫറിൽ പോയി ചാടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആ ബേസ് തെറ്റരുത്. അതുകൊണ്ടാണ് നമ്മള് ദജ്ജാൽ ഇവിടെ വന്നുകൊണ്ട് മരിച്ചവരെ ജീവിപ്പിക്കും, മനുഷ്യനെ കഷ്ണമാക്കും, എന്നിട്ട് ഒട്ടിക്കും. അത് ഇഹ്യാഉൽ മൗത്തയാണ്. പക്ഷെ അത് മുഅ്ജിസത്തല്ല, അത് കറാമത്തല്ല, അത് ഇസ്തിദ്റാജാണ്. അത് മമ്പുറം തങ്ങൾ നടത്തിയിട്ടുണ്ട്, അത് കറാമത്താണ്. അത് ഈസാ നബി നടത്തിയിട്ടുണ്ട്, അത് മുഅ്ജിസത്താണ്. അത് റസൂലുള്ളാഹിന്റെ സ്വഹാബാക്കൾ നടത്തിയിട്ടുണ്ട്, അത് കറാമത്താ. ഞാൻ നൂറിതങ്ങളെ വെച്ചിട്ട് തന്നെ പറയാൻ ഒരു കാരണമുണ്ട്. മുമ്പ് നൂറിതങ്ങൾ എൻ്റെ പ്രസംഗം ഇങ്ങനെ ഇരുന്ന് വിടുന്ന സമയത്ത് ഈ കറാമത്ത് ഞാൻ പറഞ്ഞിട്ട് കുറെ ആൾക്കാർ ഫേസ്ബുക്കിൽ എനിക്കെതിരെ കയറിയിരുന്നു. ഓലൊന്നും കൂടി കേട്ടോട്ടെ എന്ന് വെച്ചിട്ട്. പിൻവലിയുന്ന ഒരു പ്രശ്നമില്ല. നിങ്ങൾ നാലാൾക്കാർ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്താൽ ഞങ്ങളെ പ്രസംഗം നിർത്തേ. ദീന് പഠിച്ചിട്ട് വേണം ഫേസ്ബുക്ക് കയറാൻ. എന്തെങ്കിലും ഞഞ്ഞഞ്ഞം പറയരുത്. ദീനൊന്ന് അടിസ്ഥാനമായിട്ട് പഠിക്കും. അങ്ങോട്ട് പറയന്നെ, മരിച്ചവരെ ജീവിപ്പിക്കാൻ അള്ളാഹ്ക്കേ കഴിയുള്ളൂ. ആരാണ് എനിക്ക് ഈ വേദം ഓതി തന്നത്? ആരാ ഈ വേദം ഓതി തന്നത്? കൂട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഈസാ നബി അലൈഹി സ്വലാം ഇത് യഥേഷ്ടം ചെയ്തിരുന്നു. അപ്പൊ ആളുകൾ ഒന്ന് രണ്ട് ഖബറിൽ പോയിട്ട് മരിച്ചവരെ ജീവിപ്പിച്ചപ്പോ കൗമ് പറഞ്ഞു, അത് ഇന്നലെ മിഞ്ഞാന്നൊക്കെ പിന്നെ ബോധം കെട്ട് അങ്ങോട്ട് കൊണ്ടുപോയി കുഴിച്ചിട്ടാണ്, ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവില്ല, നിങ്ങൾ വിളിച്ചപ്പോൾ ഉണർന്നതാണ് എന്ന് പറഞ്ഞു. നോക്കാൻ നിങ്ങൾ മുഅ്ജിസത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ നിഷേധിക്കാം. എന്തുണ്ട്? കാരണം ഇതാത്ത് പോയാൽ അങ്ങനെ തന്നെ. പണ്ട് രണ്ടാൾക്കാർ ഇങ്ങനെ തർക്കിക്കാണ്. ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്, ഇവര് തർക്കിക്കണത്. ഒരാൾ പറഞ്ഞ അയാൾ ഉറങ്ങാണ്, മറ്റാൾ പറഞ്ഞു ഉറങ്ങണില്ല. ഭയങ്കര തർക്കം.
തർക്കം കണ്ട് മൂർച്ഛിച്ചു. അപ്പൊ മൂന്നാമത്തെ ഒരാൾ വന്നിട്ട് മസലത്ത് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഈ അടിന്റെ വക്കിലെത്തിക്കണല്ലോ, തർക്കം വേർത്തിക്കണല്ലോ, ഓരോരുത്തരും മുഖമൊക്കെ ചുവന്നുകണല്ലോ, എന്താ സംഭവം എന്ന് വെച്ചു. അപ്പോൾ പറഞ്ഞു അയാൾ ഉറങ്ങണില്ല എന്ന്, ഞാൻ ഉറങ്ങണ്ടെന്ന് ഇയാള്, അങ്ങനെ തർക്കം മൂർച്ഛിച്ചാണെന്ന് പറഞ്ഞു. അപ്പൊ ഇയാൾ പറഞ്ഞു അത് അയാളൊന്ന് തോണ്ടിയിട്ട് ചോദിച്ചാൽ പോരെ, അല്ല ഇപ്പൊ എന്നിട്ട് വാദപ്രയോഗം നടത്തണോ, ആള് ഉറങ്ങാനോ അല്ലെന്ന് ആളോട് ചോദിച്ചാൽ പോരെന്ന് വെച്ച്. അതിൽ ഇവർക്ക് അത് ശരിയാന്ന് തോന്നി. ഇതിൽ ഒരാൾ പോയിട്ട് നോക്കുമ്പോൾ ആള് ഉറങ്ങാണ്. ഉണർന്നിട്ട് ഇയാൾ പറഞ്ഞു ഞാൻ ഉറങ്ങന്നെയായിരുന്നു പറഞ്ഞു. മറ്റാൾ പറഞ്ഞു ഈ ഉറങ്ങിയിട്ടില്ലല്ലോ. ഉറങ്ങിയ ആൾ ഉണർന്നിട്ട് ഞാൻ ഉറങ്ങാണെന്ന് പറയുമ്പോൾ ഈ ഉറങ്ങിയിട്ടില്ല എന്താ കാട്ടുന്നത് എന്നതുപോലെ ഈസാ അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചു കൊടുത്തപ്പോൾ ഒരു പറയാ അത് മരിച്ചിട്ടില്ല, അത് ബോധം പോയിട്ട് കൊണ്ടുപോയിട്ട് മറാടിയതാണ്, നിങ്ങൾ വിളിച്ചപ്പോ ബോധം തെളിഞ്ഞിട്ട് വന്നാണ്. അതിൽ ഈസാ അലൈഹി സ്വലാം പറഞ്ഞു വിട്ടില്ല, നിങ്ങൾക്ക് മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരു ഖബർ കാണിച്ചിരുന്നു. ആ സമയത്ത് കേട്ടോളൂ, വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും അതിലുണ്ട്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് മറമാടപ്പെട്ട നൂഹ് അലൈഹിസ്സലാമിന്റെ മകനായ സാമിന്റെ ഖബർ അതാ അനുയായികൾ ഖൗമ് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഖബറുകൾ പോയിട്ട് മഹാനായ ഈസാ അലൈഹിസ്സലാം റൂഹുല്ലാഹി ഈസാ സാമിനെ വിളിക്കേണ്ട താമസോ ഖബറാകുന്ന കുഴിമാടത്തിൽ നിന്ന് തലയിലോ പൊടിപടലങ്ങൾ തട്ടിക്കൊട്ടിയിട്ട് സാമിങ് എണീറ്റ് വരികയാ. ഈസാ അലൈഹി ഇസ്ലാമിനോട് സംസാരിക്കുകയാണ്. സാമ് പറഞ്ഞു ഇദ്ദേഹം നബിയാണ്, സംശയിക്കണ്ട. ആ സമയത്ത് ഇത് ലൈവായി കണ്ട ഒരു വിഭാഗം പറഞ്ഞു അത് ഈസ സിഹർ ചെയ്തതാണ്, സത്യത്തിൽ മരിച്ചത് ജീവിച്ചതല്ല, ഈസാന്റെ സിഹറാണ്. നേരെ ഖബറിനുള്ളുന്ന ഒരാൾ വന്നിട്ട് ചങ്ങായിമാരെ ഞാൻ മരിച്ച ആൾ ഖബറിൽ നിന്ന് നീച്ചു വന്നതാണ്, ഇത് അള്ളാന്റെ നബിയാണ്, വിശ്വസിച്ച രക്ഷണ്ട് എന്ന് പറഞ്ഞപ്പോ നോക്കിക്കണ കുറച്ച് ആൾക്കാരെ അറിയാം ഇത് സിഹറാണ് എന്ന്. ഇതാണ് ഹിദായത്ത് പോയുള്ള കുഴപ്പം. അള്ളാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒന്നാമീൻ പറയാം, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഒന്നും കൂടി പറഞ്ഞോളി, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. വിഷയം ഹിദായത്താണ്, അത് അള്ളാഹു നമുക്ക് ഉറപ്പിച്ചേറ്റെ. പോയാ പിന്നെ കാടങ്ങട്ട് കയറും. അള്ളാഹു സലാമത്താക്കി തെറ്റേ. ചിന്തിക്കണേ. ആ സമയത്ത് വിഷയ സംബന്ധിയായ ഒരു കാര്യം ഞാൻ പറയാം. ഈസാ അലൈഹിസ്സലാം സാമിനോട് ചോദിച്ചു, ഉമ്മമാരെ കൊല്ലം 4000 മറക്കണ്ട. എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, കാരണവന്മാരെ, മരിച്ചിട്ട് 4000 കൊല്ലമായത് മറക്കണ്ട. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ച് മറമാടപ്പെട്ട സാമിനോട് റൂഹുല്ലാഹി ഈസാ ചോദിക്കുന്നു, സാമേ മരണവേദന എങ്ങനെ ഉണ്ടായിരുന്നു? റൂഹ് പിരിയുന്ന സമയം എങ്ങനെയായിരുന്നു? ആ സമയത്ത് സാമ പറയുകയാണ്, അള്ളാന്റെ റൂഹായ ഈസാ നബിയെ ആ സക്കറാത്തിന്റെ കഠോരമായ വേദനയുടെ കയ്പ് നീര് എന്റെ തൊണ്ടക്കുഴിയിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഇതാണ് റൂഹ് പിരിയുന്ന സമയത്ത് സക്കറാത്തിന്റെ വേദനയെന്ന് മറക്കണ്ട പെങ്ങളെ, മറക്കണ്ട ഉമ്മ. 20 എല്ലുകൾ പൊടിയുന്ന വേദനയോട് ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ ഭാഗ്യമുള്ള ഉമ്മമാര് എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം. പ്രസവ വേദന അളക്കാൻ പറ്റുന്നതാണ്, മരണവേദന അളക്കാൻ വീക്ഷണമില്ല, അതിന് അളവുകോലില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് വരാനുള്ളതാണ്. ആ റൂഹ് പിരിയുന്ന സമയത്ത് നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കണോ? നമ്മള് ദുന്യാവുക്ക് വരുമ്പോ കരഞ്ഞിട്ടല്ലേ വന്ന്, അല്ലേ? ചിരിച്ചിട്ടാന്ന് കരഞ്ഞിട്ടല്ലേ? അപ്പൊ എല്ലാരും ചിരിക്കുന്നു. നമ്മളിങ്ങനെ കരയാ, ഉമ്മയും വല്യമ്മയും അമ്മായിയും ഒക്കെ ചിരിക്കുക. ഇനി പോകുമ്പോ നേരെ എതിര് വേണം, നമ്മൾ ചിരിക്കണം, ഓല് കരയട്ടെ. ഇത് വരുമ്പോഴും കരയാ, പോകുമ്പോഴും കരയാ. പിന്നെ എന്താ ഇങ്ങോട്ട് വരുമ്പോ വരുമ്പോ കരഞ്ഞാ പോകുമ്പോ ചിരിക്കണം, അങ്ങനെയല്ലേ? പകരം കൂട്ടണ്ടേ? വരുമ്പോ നമ്മൾ കരയാ, വല്യമ്മ ചിരിക്കുക. പോകുമ്പോഴോ വല്യമ്മ കരയാ, നമ്മൾ ചിരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ 10 വയസ്സായ കുട്ടിയാണ് വിളിച്ചു പറഞ്ഞു. ആ കുട്ടി ഇവിടെ കടാമ്പുഴയുള്ള എല്ലാ വേദനന്റെ വേദന വന്നിരിക്കും. അസ്വസ്ഥത ഉള്ള ആളാ, ശരീരത്തിന് ക്ഷീണമുള്ള ആളാ. അള്ളാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ. ഓനാ വിളിച്ചു പറഞ്ഞത് പോകുമ്പോ ചിരിക്കാന്ന്. ചിരിക്കാൻ തന്നെയല്ലേ പറഞ്ഞ മോനെ, അല്ലേ? ചിരിച്ചിട്ട് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ.
ഒന്നാമയും പറയും. ഇന്ന് നല്ല ഒതുങ്ങിയൊരു ശ്വാസം. ഇന്നലെ മിഞ്ഞാന്നിൻ്റെ ശ്വാസം എന്ന് പറഞ്ഞാൽ 10,000-30,000 ആളുകളാണ് ഇന്നലെയും. ഇന്ന് ഒതുങ്ങിയ സദസ്സാണ്. അതുകൊണ്ട് എനിക്ക് വല്ലാതെ ഒച്ചടണ്ട. ഒരു ഒതുങ്ങിയ സദസ്സിൽ മെല്ലെ മെല്ലെ ചെറിയ കാര്യങ്ങൾ, കുറുക്ക് വഴികൾ പറഞ്ഞു കൊടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ അതിലേക്കാണ് ഞാൻ ഒരുങ്ങുന്നത്. ഒന്ന് നന്നായിട്ട് കൽബൊന്ന് തുറക്കി നമുക്ക് പോകുമ്പോൾ ചിരിക്കാൻ പറ്റണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. കള്ള് കുടിച്ച് നാട്ടുകാര് വേണ്ടാന്ന് വെച്ച ഈ മനുഷ്യനെ ഭാര്യ, അത് നിങ്ങൾ മറന്നാ എന്താന്നിട്ട് എവിടെ എത്തിപ്പോ? ഒളിവ തോണ്ടിയെടുക്കേ ഒരാളൊന്ന് പറഞ്ഞാൽ സഹകരിക്കലായല്ലോ. എവിടെ എത്തി? അങ്ങനെ മലഞ്ചെരുവില് ഭാര്യ ഇങ്ങനെ തോളിലേറ്റിട്ട് മലഞ്ചെരുവിൽ കൊണ്ടിട്ട് കബർക്ക് ഇടാൻ നിൽക്കാണ്. അപ്പൊ ആ ഇൽഹാം പറഞ്ഞിട്ടാണ് വ്യാജന്മാരിലേക്ക് ഇറങ്ങിയത്. അള്ളാഹിങ്കിൽ നിന്ന് ഈ ആരിഫിന് ഇൽഹാം ഉണ്ടായി. എന്താണോ, അവിടെ മലന്റെ താഴ്ഭാഗത്ത് ഒരു പെണ്ണൊരുത്തി ഒരു മനുഷ്യനേറ്റ് വന്നിട്ട് ഇടങ്ങറായിട്ട് നിങ്ങളൊന്ന് പോയിട്ട് കബറടക്കിയിട്ട് കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി കൊടുക്കണം എന്നിട്ട് ഇയാൾ ഇറങ്ങിയെന്നപ്പോ പെണ്ണൊരുത്തിന്റെ സ്വന്തം ഭാര്യയാണ്. ഇമാം ഗസാലി ഉദ്ധരിച്ച ചരിത്രം റളിയല്ലാഹു അൻഹു, ഞാൻ വെറുതെ പറയല്ല. ഈ പെണ്ണ് ഒരു മനുഷ്യനേറ്റ് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്. ചോദിച്ചു പറഞ്ഞു, എന്റെ ഭർത്താവാണ്, കള്ളുടിയാനായിരുന്നു, റൗഡിയായിരുന്നു, തമ്മാടിയായിരുന്നു. തമ്മാടിത്തരത്തിന്റെ ഊക്കൊണ്ട് തമ്മാടികൾ പോലും എത്തി നോക്കില്ല. സാധാരണ തമ്മാടികൾ എത്തി നോക്കലുണ്ട്, ഇത് അതുമില്ല. തമ്മാടിത്തരത്തിന്റെ ഊക്കൊണ്ട് തമ്മാടികൾ വെറുത്തു. അങ്ങനെ ഉണ്ടാവില്ല ചിലപ്പോൾ അല്ലേ? ഈ പരപ്പനങ്ങാടിയിൽ കഴിഞ്ഞ ആഴ്ച എനിക്ക് അവിടെ ആളുണ്ടായിരുന്നു. കള്ളുടിയന്മാരൊക്കെ കൂടി കുപ്പി വാങ്ങാൻ ക്യൂ ആയിട്ട് നിൽക്കുക. ബാക്കിലൊരു പെണ്ണ് പർദ്ദട്ട് കണ്ട് പോയിക്കണം കുപ്പി വാങ്ങാൻ. കള്ളുടിയന്മാരൊക്കെ കൂടിയാണ് കൈകാര്യം ചെയ്തു. ഞങ്ങൾ കുടിച്ചോളും, പക്ഷെ ഈ പണിക്ക് കരുത് അറിഞ്ഞാണ്. അങ്ങനെ ഉണ്ടാവും. തമ്മാടികൾ ചിലപ്പോൾ ചില നന്മകളൊക്കെ ചെയ്യും. ആ കൂട്ടത്തിൽ പെട്ടെന്നാണിത് അല്ലേ? ഉണ്ട് ഏതോ ഒരു സിനിമാ തിയേറ്ററിൽ തൊപ്പിട്ട് കണ്ട് ഒരു ചങ്ങായി പോയിരുന്നല്ലോ. അപ്പൊ എല്ലാവരും കൂടി പിന്നെ സീരിയൽക്കല്ല നോക്കണം, ബനെ നോക്കണം. അങ്ങനെ ഉണ്ടാവും. ചിലർ എത്ര തമ്മാടിയാളും ചില നന്മവരെ കണ്ടുപോടും. എന്നിട്ട് എല്ലാവരും കൂടിയിട്ട് അവനെ പിടിച്ച് ചാമ്പിയെന്ന് പറഞ്ഞു, ഈ പണി നടക്കരുത്, ഞങ്ങൾക്ക് പറ്റും പോടുന്ന അറിയാം. എന്നപോലെ തമ്മാടികൾ പോലും തിരിഞ്ഞു നോക്കിയില്ല, തമ്മാടിത്തരത്തിന്റെ ഊക്കൊണ്ട്. ആ സമയത്ത് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് ഈ മഹാനായ ആരിഫിന് അള്ളാഹു ഇൽഹാം അറിയിച്ചത് അടിസ്ഥാനത്തിൽ അദ്ദേഹം അതാ മറമാടുകയാണ്. അദ്ദേഹം ദുആ ചെയ്തു. തിരിച്ചു പോകുമ്പോൾ നാട്ടുകാരി മഹാനെ വളയുകയാണ്, അല്ല ഉസ്താദേ, നിങ്ങളൊക്കെ ഇടക്കിടക്ക് നൽകുന്ന അധ്യാപനത്തിൽ നിന്ന് അഭിനിവേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് തമ്മാടി എന്ന നിലയിൽ ഞങ്ങൾ അദ്ദേഹത്തെ ബഹിഷ്കരിച്ചത്. പിന്നീട് നിങ്ങളാണോ അദ്ദേഹത്തിന്റെ ഖബറിന്റെ പണി ഏറ്റെടുത്തുകൊണ്ട് ദുആ ചെയ്യുന്നത്? ഇത് വിരോധാഭാസമല്ലേ? അദ്ദേഹം കുടിയനാണ്, അദ്ദേഹം റൗഡിയാണ്, ഒരു നന്മയും അദ്ദേഹത്തിലില്ല. ഉടനെ ഈ ആരിഫായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഭാര്യയോട് പറഞ്ഞു, അല്ലയോ പെണ്ണേ, എനിക്ക് അള്ളാഹുവിങ്കിൽ നിന്ന് ഉറപ്പുള്ള കൃത്യമായ മെസ്സേജ് വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങളിലൊക്കെ ഞാൻ നിരതനായത്. പക്ഷെ നാട്ടുകാരെ പറയുന്നതിൽ വസ്തുതയുണ്ടോ? ആ പെണ്ണ് പറഞ്ഞു, ഉസ്താദ്, ഇവര് പറയും പോലെ തന്നെയാണ് എന്റെ ഭർത്താവ്, പക്ഷേ അദ്ദേഹം മരിക്കുന്നത് രാത്രിയാണ്. ആ രാത്രിയിൽ അദ്ദേഹം ഒരു 3 യതീം കുട്ടികള് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഉസ്താദ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, പെണ്ണേ, വാപ്പയില്ലാത്ത കുട്ടികളാണ്, അതുകൊണ്ട് നല്ല ഭക്ഷണം കൊടുക്കണോ എന്ന് അദ്ദേഹം പറയുമ്പോഴും ലഹരിയുടെ ചെറിയ അംശമുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞോ ലഹരിയുടെ മത്തെല്ലാം വിട്ടു ഉസ്താദ്. ആ സമയത്ത് അദ്ദേഹം കുളിച്ച് ഫ്രഷായി അതാ ഇശാ നിസ്കരിക്കുകയാണ്. എന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടൊന്ന് ദുആ ചെയ്യുന്നത് ഞാൻ കേട്ടു. റബ്ബേ, ഞാൻ ധാരാളം കുടിച്ചവനാണ്, അറ്റമില്ലാത്ത തമ്മാടിയാണ്, പക്ഷേ വാപ്പയില്ലാത്ത അനാഥ മക്കളിൽ 3 പേര് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ഞാൻ ഈ ത്വാമ നടത്തിയിട്ടുണ്ട്. അത് ഇബ്രാഹിം നബിയുടെ സ്വഭാവമല്ലേ? മുത്തുനബിയുടെ അജണ്ടയല്ലേ? റഹ്മാനായ റബ്ബേ, അതുകൊണ്ട് ഇതുവരെ ഞാൻ കുടിച്ചത് നീ പൊറുക്കണേ അല്ലാ. നീ പൊറുത്തില്ലെങ്കിൽ എനിക്ക് പൊറുക്കാൻ മറ്റൊരു റബ്ബില്ല. നീ പൊറുക്കാതെ എന്നെ നരകത്തിലിട്ടാൽ
നിന്റെ ഖജനാവിന് കനം കൂടൂല. എനിക്ക് നീ പുറത്തു തന്ന് സ്വർഗത്തിൽ കയറ്റിയാൽ അത് നിന്റെ ന്യൂനതയല്ല. ഞാൻ നരകത്തിൽ വീണിട്ട് നിനക്ക് നേട്ടമില്ല. സ്വർഗത്തിൽ കയറിയാൽ നീ ചെയ്ത പണിയെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതുകൊണ്ട് പാവമായി അടിയന് മാപ്പുതാ അല്ലാ. യതീമക്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് തമ്മാടിയായ റൗഡിയായ കാരങ്കൂസായ മനുഷ്യനങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തത് നേരെ അല്ലാഹുവിലേക്ക് ഉയരുകയാണ്. പടച്ചവൻ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുകയാണ്, ഈമാനോട് മരിക്കുകയാണ്. ആ സേവന രംഗത്താണ് ഈ ചെറുപ്പക്കാരുള്ളത്. അപ്പൊ റൂഹ് പിരിയുമ്പോ നല്ല കോലത്തിൽ പോവാൻ, പാവങ്ങളെ സഹായിക്കൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു അമലാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒന്നാമയും പറയും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പോണ സമയത്ത് ഈമാനോടെ പോവാൻ അള്ളാഹു അവസരം നൽകട്ടെ. അള്ളാഹു അവസരം നൽകട്ടെ. പറഞ്ഞോ, അള്ളാഹു അവസരം നൽകട്ടെ. അള്ളാഹുവേ നീ അവസരം നൽകണേ അല്ലാ. ബേജാറല്ലേ അല്ലേ? ബേജാറില്ലേ? പോണ സമയത്ത് എന്താവുന്നുള്ള ഈ ബേജാറില്ലേ നിങ്ങൾക്ക്? എന്താ കൂട്ടരെ ബേജാറില്ലേ? ആ ബേജാറ് നല്ല കോലത്തിൽ പോകാൻ ഒരു കാരണമാണ്. അത് ഞാൻ പറയിപ്പിച്ചത്. ആ ബേജാറുണ്ടല്ലോ, അത് നല്ല കോലത്തിൽ പോവാൻ ഒരു കാരണമാണ്. ബേജാർ ഉണ്ടാവണം. പഠിച്ചോനെ അഹമ്മദ് നബി റളിയല്ലാഹു 10 ലക്ഷം ഹദീസ് മനപ്പാടുള്ള ആളാണ്. വലിയ മഹാനാണ്. ആരാണ് അവര്? വലിയ മഹാനാണ്. ഒരിക്കലും അവരിങ്ങനെ നടക്കുമ്പോൾ കുറെ കുട്ടികൾ ബാക്കിൽ നടന്നിട്ട് ഇങ്ങനെ കളിയാക്കി. അപ്പൊ അവരാ കുട്ടിയൊക്കെ ഇങ്ങനെ ദ്വാരുന്നു. പിന്നെയും നടന്നു, പിന്നെയും കളിയാക്കി. അപ്പോഴും ദ്വാരുന്നു. അപ്പൊ ശിഷ്യന്മാരെ കുറെ ആൾക്കാർ പറഞ്ഞു, ഉസ്താദ് 3-4 എട്ടയിലെ കളിയാക്കണ്, ഇനി എതിരെ ദ്വാരുന്നൂടെ എന്ന് വെച്ച്. അപ്പൊ മഹാനവർകൾ പറഞ്ഞു, അവരുടെ അടുത്തുള്ളത് അവര് തരണേ, എൻ്റെ അടുത്തുള്ളത് ഞാനും കൊടുക്കണത്. അതാണ്, അവരുടെ അടുത്തുള്ളത് അവര് തരണേ, എൻ്റെ അടുത്തുള്ളത് ഞാനും കൊടുക്കണെന്ന് പറഞ്ഞു. ആ മഹാനെ വഫാത്തിന്റെ സമയത്ത് ഉറക്ക ദിക്റില്ലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. റൂഹ് പിരിയണ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ മോനെ അടുത്തിരിക്കുന്നു. മോനെ വലിയ സന്തോഷമായി. അപ്പൊ നല്ല ദിക്റിലാണല്ലോ, അൽഹംദുലില്ലാഹ്. പെട്ടെന്ന് മുഖം കണ്ട് ചുവന്നു ബേജാറായി, ദിക്ർ അങ്ങോട്ട് കട്ടായി. പെട്ടെന്ന് അതില് മോന് പേടിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. പിന്നെ പൂർവ്വസ്ഥയിലേക്ക് വന്നു, ദിക്റെല്ലാം തുടങ്ങി, ചിരിച്ചു. അപ്പൊ മോൻ ചോദിച്ചു, വാപ്പേ ഇടക്ക് പെട്ടെന്ന് ദിക്റൊക്കെ കട്ടായല്ലോ വാപ്പേ, മുഖൊക്കെ ചോന്നല്ലോ വാപ്പേ. അപ്പൊ പറഞ്ഞു, മോനെ ഞാൻ റൂഹ് പിരിയുന്ന സമയത്ത് അവസ്ഥ ഓർത്തുകൊണ്ട് ബേജാറായതാ.